അജ്മഈൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, എല്ലാ മാസവും നടക്കാറുള്ള പാരന്റിംഗ് ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും രക്ഷിതാക്കളാണ്. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ, നല്ല അനുസരണയുള്ള ദീനീ ബോധമുള്ള മക്കളാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ന് ഈ ഒരു പാരന്റിംഗ് ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ദീനിന്റെ ധാർമ്മിക പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രായോഗിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം അൽ-ഹിമായ വെർച്വൽ അക്കാദമി. കൊറോണ സമയത്ത് 40 വിദ്യാർത്ഥികളിൽ നിന്ന് തുടക്കം കുറിച്ച ഈ ഒരു സംവിധാനം അൽഹംദുലില്ലാ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 500-നടുത്ത് വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികളായും ഉമ്മമാരായും വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകൾ അൽഹംദുലില്ലാ അൽ-ഹിമായയുടെ ഭാഗമായി. അതിൽ 300-ലേറെ വിദ്യാർത്ഥികൾ ക്ലാസ് മദ്രസയിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മദ്രസയിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ പാരന്റിംഗ് കോഴ്സുകൾ, അതുപോലെ തന്നെ മുതിർന്ന സ്ത്രീകൾക്കുള്ള ഉസൂൽ കോഴ്സ്, അതുപോലെ തന്നെ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന, പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന ആളുകൾക്കുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നിങ്ങനെ തുടങ്ങി ധാരാളം കോഴ്സുകൾ, വെബിനാറുകൾ, ട്രെയിനിങ്ങുകൾ, ക്ലാസുകൾ അൽഹംദുലില്ലാ അൽ-ഹിമായയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. ആ അൽ-ഹിമായയുടെ ഭാഗമായിട്ടുള്ള പാരന്റിംഗ് ക്ലാസ് നമ്മൾ എല്ലാ മാസവും നടത്താറുള്ള രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇല്ല, ഈ ഒരു നമ്മുടെ ക്ലാസ്സിലേക്ക്, പാരന്റിംഗ് ക്ലാസ്സിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ് നമുക്ക് എടുക്കുന്നത്, നേതൃത്വം നൽകുന്നത് ഉസ്താദ് ത്വൽഹത്ത് സ്വലാഹിയാണ്. മക്കളുടെ ഒരു ദിവസം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്ന വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ത്വൽഹത്ത് സ്വലാഹി ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, ഈ ഒരു സെഷൻ നേതൃത്വം നൽകുന്നതിന് വേണ്ടി ത്വൽഹത്ത് സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ മൈക്ക് നമുക്ക് ഓണാക്കാൻ കഴിയില്ല. നമ്മൾ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, നമ്മൾ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ക്ലാസ്സിൽ സജീവമായിട്ട് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടെ ഉസ്താദിനെ സ്വാഗതം ചെയ്ത് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച്
തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് നമ്മൾ എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്, അടയാളമാണ് ഇത്തരം ഒരു സംഗമത്തിൽ നാം ഓരോരുത്തരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് എന്നത്. തീർത്തും ഉപകാരപ്പെടുന്ന, ഇഹലോകത്തും പരലോകത്തും നമുക്ക് വെളിച്ചം നൽകുന്ന, സന്തോഷം പകരുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന് സഹായകമാകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കളും അൽ ഹിമായ ഓൺലൈൻ പദ്ധതിയുടെ വിവിധ പാരന്റിംഗ് സെഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉള്ളവൻ തന്നെ 2-3 തവണ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. വേറെയും വ്യത്യസ്ത വ്യക്തികളുടെ വിവിധ ഭാഗങ്ങൾ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് കേട്ടവരും ചർച്ച ചെയ്തവരും ഒക്കെയാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനവും അവരുടെ പരീക്ഷയും അവരുടെ ഇഹ പര വിജയത്തിന് ആവശ്യമായ നന്മകളും ഒക്കെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നതിനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതം മുഴുവൻ മക്കൾക്കായി മാറ്റി വെക്കേണ്ടി വരികയാണ്. മറ്റൊന്നിനും എനിക്ക് സമയം കിട്ടുന്നില്ല. 2-3 മക്കളുള്ള ഒരു രക്ഷിതാവ്, ഒരു ഉമ്മ, അവർക്ക് ഭക്ഷണം ഒരുക്കാനും അവരുടെ വസ്ത്രം അലക്കാനും അവരുടെ സ്കൂൾ മദ്രസ പഠനങ്ങളിൽ ശ്രദ്ധിക്കാനും മാത്രം മെനക്കെടേണ്ടി വരുന്ന, മറ്റൊന്നിനും സമയം കിട്ടാത്തത്ര പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇത് കുറെയൊക്കെ ശരി തന്നെയാണ്. കുട്ടികളെ നോക്കുക എന്നത് ഒരു നിസ്സാരമായ ജോലിയല്ല. അതിന് ശാരീരികവും മാനസികവുമായ അധ്വാനം ഒരേ സമയം ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. ചിലർക്കെങ്കിലും കടുത്ത മാനസികമായ സമ്മർദ്ദം മക്കളിലൂടെ അനുഭവിക്കേണ്ടി വരുന്നു. അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാത്തതിലുള്ള വിഷമവും ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ട് മാനസികമായി തന്നെ തളരുന്ന കുറെ ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരം കുറക്കാനും മക്കളുടെ മികവ് കൂട്ടാനും നമുക്കതിലൂടെ സാധിക്കും. നമ്മൾ തന്നെയാണ് അതിന് മാതൃകയാകേണ്ടത് എന്നർത്ഥം. നമ്മൾ കുട്ടികൾക്കുള്ള മാതൃകയാണ്. നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് ഭാരമായി തോന്നുകയും അത് നമ്മൾ ഇടയ്ക്കിടെ മക്കളോട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്താൽ, എനിക്ക് കുറെ അലക്കാനുണ്ട്, അതൊന്നും ആയിട്ടില്ല, പാത്രങ്ങളൊക്കെ അവിടെ അതേപോലെ കിടക്കുകയാണ്, ഞാനതൊന്നും തൊട്ടിട്ടില്ല, അടിച്ചുവാരും തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര സമയമാവും, ഇന്നൊന്നിനും തോന്നണില്ല, എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ തന്നെ കഴിയണില്ല, എനിക്ക് എന്തോ ഒരു മടി തോന്നുകയാണ്, കുറെ പണികൾ ഒന്നിച്ചോർത്തിട്ട് ഇതൊക്കെ കൂടി എങ്ങനെയാ ചെയ്തു തീർക്കാന്ന് എനിക്ക് മനസ്സിലാകണില്ല. ഇങ്ങനെയൊക്കെ മക്കളോട് തന്നെ നമ്മൾ പങ്കുവെക്കുകയാണെങ്കിൽ അവര് സമയത്ത് തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ചെറിയ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ആ ഒരു മനസ്സിൽ അല്ലെങ്കിലും ഇത് കുറെ കാര്യങ്ങൾ ഒന്നിച്ചു വന്നാൽ ചെയ്യൽ ബുദ്ധിമുട്ടാണെന്നും, ഉമ്മാക്ക് തന്നെ പലതും ചെയ്ത് തീരണില്ല, ഉമ്മാക്ക് തന്നെ മടിയാണ്, ഉമ്മാക്ക് തന്നെ അവിടുന്ന് കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, പിന്നെ നമ്മളെ കാര്യം പറയുന്നതിന്റെ അർത്ഥമല്ലല്ലോ എന്ന് തിരിഞ്ഞു ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത്തരം പ്രയോഗങ്ങളും വാക്കുകളൊക്കെ പോകുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര സ്നേഹം നമ്മളെ മക്കളോട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും അത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ 100% ചെയ്തു കൊടുക്കുക എന്നതിലേക്ക് എത്താൻ പാടില്ല. അവരെ ആ വിഷയത്തിൽ സഹായിക്കുന്നവരായി മാറുക എന്നിടത്തേക്കാണ് നമ്മൾ വരേണ്ടത്. എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക, എല്ലാം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക, എല്ലാം നമ്മൾ തന്നെ കൃത്യാക്കി കൊടുക്കുക എന്നിങ്ങനെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ പൂർണ്ണമായും ചെയ്തു കൊടുക്കുക എന്നത് പാരന്റിങ്ങിലെ മികവല്ല, മറിച്ച് അത് പരാജയമാണ് എന്നാണ് ആ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. പകരം അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ അതിന് സഹായിക്കുക, അവരെ നമ്മളെ വർക്കിൽ ഇങ്ങോട്ട് സഹായിക്കാൻ ആവശ്യപ്പെടുക, ഇങ്ങനെ പരസ്പര സഹകരണത്തോടു കൂടി മക്കളെ വളർത്തുമ്പോഴാണ് അവരുടെ കഴിവ് അവർ കണ്ടെത്താനും
അതിൽ അവർക്ക് മികവ് പുലർത്താനും ആ കഴിവുകളെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാനും അത് പടിപടിയായി വളർന്നു ഉയർന്നു വരാനും ഒക്കെ അവർക്ക് സഹായകമാകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളാണ് ആ വിഷയത്തിൽ നല്ലൊരു മാതൃകയാകേണ്ടത് എന്നാണ് ആമുഖമായി പറയാനുള്ളത്. സാധാരണ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്, മാതാപിതാക്കൾ വാട്ടർ ടാങ്കും മക്കള് ടാപ്പുമാണ്, പൈപ്പാണ്. ആ പൈപ്പ് തുറന്നാൽ നല്ല വെള്ളം വരണം എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ എന്ന ടാങ്കിൽ നല്ല വെള്ളമാവണം. അത് കലങ്ങി പറഞ്ഞാൽ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന, എപ്പോഴും ടെൻഷൻ പറയണേ, എപ്പോഴും വിഷമം പറയണേ, ഒരു പണി ചെയ്ത് തീരണില്ല, ഒന്നൊരു ക്രമമല്ല, ഒരു ദിവസം അതാണ് ചെയ്യുന്നത്, ഒരു ദിവസം ഇതാണ് ചെയ്യുന്നത്, ഒക്കെ തെർത്തീബായി ചെയ്യുന്നതിന് പകരം വൈർ മുറത്തബായിട്ട് ഒരു ഷെഡ്യൂളും ഇല്ലാതെയാണ് നമ്മുടെ വീട്ടിലെ പ്രവർത്തനങ്ങൾ എങ്കിൽ, നമ്മൾ രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ വീട്ടു ജോലികളിൽ, അല്ലെങ്കിൽ ചില ആളുകൾ കൂട്ടത്തിൽ അധ്യാപനം ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ ഉണ്ടാകും, എന്തൊക്കെയാണെങ്കിലും ആ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ടൈം ഷെഡ്യൂളായി കൃത്യമായി പങ്ക്ച്വലായി ചെയ്ത് തീർക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് പറഞ്ഞിട്ട് മക്കളിൽ ആ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കാൻ സാധിക്കൂല. കാരണം നമ്മൾ ചുണ്ടുകൊണ്ട് പറയുന്നത് കാതുകളിൽ മാത്രമേ എത്തുള്ളൂ, നമ്മൾ ഹൃദയം കൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ എത്തുള്ളൂ. ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അതിന് മാതൃകയാവുകയും നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിൾ അനുസരിച്ച് ജീവിത ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെ, ഡെയിലി പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവരായി മാറണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നമ്മൾ നല്ലൊരു മാതൃകയാവുക, നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ വീട്ടിന്റെ കാര്യങ്ങളിൽ, നമ്മുടെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളിൽ, ചിലപ്പോ അതേസമയം ഓൺലൈൻ കാര്യങ്ങളിൽ പഠിക്കുന്ന പഠിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. രക്ഷിതാക്കൾ തന്നെ ദുറൂസുലുഗ പോലുള്ള അറബി ഭാഷാ പഠനങ്ങൾ, അതുപോലെ തന്നെ മറ്റു ഇതര കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരൊക്കെ ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഒരു കൃത്യമായി, അതൊന്നും ഒരു ഭാരമായി തോന്നാതെ അതിൻ്റെതായ സമയബന്ധിതമായ രീതിയിൽ ചെയ്തു തീർക്കാൻ നമ്മൾ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും നമ്മൾ അതിന് സന്നദ്ധരാവുകയും അതൊരു പ്രാക്ടിക്കലാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കാനും അവരെ അതിന് സഹായിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ ടൈം ടേബിൾ എല്ലാവർക്കും ആവശ്യമാണ്. അത് സ്കൂളില് ബെല്ലടിക്കുമ്പോ പീരീഡില് ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുത്ത് അടുത്ത പീരീഡ് ആകുമ്പോൾ അടുത്ത ആൾ വന്ന് 2 3 പീരീഡ് കഴിയുമ്പോൾ ഇന്റർവെൽ ഉണ്ടായി, അങ്ങനെ സ്കൂളുകളിലും മദ്രസകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാത്രം ഉണ്ടാകേണ്ടുന്ന ഒന്നല്ല. ജീവിതത്തിൽ തന്നെ ഒരു തെർത്തീബ് വേണം. പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ, നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ഒരു വിശ്വാസിക്ക് സഹായകമാകുന്നത് ഓരോ നമസ്കാരത്തിനും കൃത്യമായ ഒരു സമയം ഉണ്ടായത് കൊണ്ടാണ്. അതിനു പകരം അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിങ്ങൾ 5 തവണ ഒരു ദിവസം നിസ്കരിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എപ്പോഴായിരിക്കും 5 നേരം നമസ്കരിക്കുക? ഏതെങ്കിലും ഒരു 5 10 നിസ്കരിച്ചാൽ മതി. അതിന് ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്നൊക്കെ പേരിട്ടിട്ട് ഒരു 17 റക്അത്ത്, ചിലത് 2, ചിലത് 3, ചിലത് 4 എന്നൊക്കെ നിർവഹിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അത് നിർവഹിക്കും? അതിനു പകരം സുബ്ഹിന് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് ഉള്ളത്, ആ സമയത്തിനുള്ളിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ളുഹർ ഇന്ന സമയം മുതൽ ഇന്ന സമയത്തിന് തുടക്കം എടുക്കൊണ്ട് അതിനിടയിൽ 4 റക്അത്ത് നമസ്കരിക്കണം. അസറിന് ഇന്നൊരു സമയമുണ്ട്, അതിന് 4 റക്അത്ത് നിസ്കരിക്കണം. മഗ്രിബിന് ഇത്ര സമയമാണുള്ളത്, അതിനുള്ളിൽ തന്നെ 3 റക്അത്ത് നമസ്കരിക്കണം. ഇശായിന് ഇത്ര സമയമുണ്ട്, അതിനിടയിൽ നമസ്കരിച്ചാൽ മതി, 4 റക്അത്ത് ഉണ്ട് എന്നിങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ, ഒരു മവാഖീത്ത് അല്ലെ? നിസ്കാരം ചർച്ച ചെയ്യുന്നിടത്ത് ഒന്നാമതായി പണ്ഡിതന്മാർ ത്വഹാറത്ത്, ശുദ്ധി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ബാബുൽ മവാഖീത്താണ്, ടൈമിംഗ് എന്നാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് പോലും ഒരു അടിമ ആദ്യമായി വിചാരണയ്ക്ക് വിധേയനാകുന്ന, നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്ന ഇബാദത്തിലെ ഒന്നാമത്തത് നിസ്കാരമാണെങ്കിൽ അതിന് പോലും ഒരു ടൈമിങ്, ഒരു വക്ത്, ഒരു കൃത്യമായ സമയബന്ധിതമായ ഒരു ഷെഡ്യൂള് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് കൃത്യമായ ഷെഡ്യൂൾ വേണം എന്ന് പഠിപ്പിക്കുക കൂടി അതിലൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്കൊരു ഷെഡ്യൂൾ വേണം. നമ്മൾ നല്ല പ്ലാൻ ചെയ്യണം. നമ്മൾ 100% പ്ലാൻ ചെയ്തിട്ട് ഒരു 80% നടന്നാലും ഇൻഷാ അള്ളാഹ് നമ്മൾ വിജയികളായിരിക്കും. നമ്മളൊരു 50% പോലും പ്ലാൻ ചെയ്യണില്ലെങ്കിൽ നമ്മൾ തോൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. പ്ലാൻ ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടാൽ പരാജയപ്പെടാൻ നമ്മൾ പ്ലാൻ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം.
അതുകൊണ്ട് നല്ല പ്ലാനിങ് ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും, ഏത് ജോലിയുള്ള ആളുകളാണെങ്കിലും, സ്വന്തം വീട്ടിലിരുന്ന് വീട്ടുജോലികളിൽ മാത്രം നിർവഹിക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അവർക്കൊക്കെ ഏത് കാര്യത്തിനും ഒരു കൃത്യമായ ഷെഡ്യൂൾ വേണം എന്നാണ് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് നല്ലൊരു അച്ചടക്കം ഉണ്ടാകാൻ ഒരു ഷെഡ്യൂൾ കാരണമാവും. ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ വീട്ടിൽ തന്നെ മക്കൾ ഇരുന്ന സമയത്തൊക്കെ മിക്ക ആളുകളും നല്ലൊരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് പിന്നീട് അതിന്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ചില മദ്രസകളിലും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ അതിന്റെ തുടർച്ച എന്ന നിലക്ക് കോവിഡ് മാറി, ഓൺലൈനിൽ നിന്ന് മാറി, ആളുകൾ റെഗുലറായി സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടും അതിന് പുറമെ ഈ ഒരു ഫോളോ അപ്പ് ടൈം ഷെഡ്യൂൾ കൊടുത്ത് കുട്ടികൾ അത് ചെയ്യുന്നുണ്ടോ എന്നൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കി അതിൽ ടിക്ക് ചെയ്ത് 5 നേരം നമസ്കരിച്ചാൽ അതിന്റെ കോളം ഫില്ല് ചെയ്ത്, ദിക്റുകൾ രാവിലത്തേത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത്, വൈകുന്നേരത്തെ ദിക്റുകൾ ചൊല്ലിയാൽ അത് ഫില്ല് ചെയ്ത്, രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അത് ഫില്ല് ചെയ്ത്, ഉമ്മാനെ സഹായിച്ചാൽ അതിന്റെ കോളം ഫില്ല് ചെയ്ത്, ഇങ്ങനത്തെ ഒരു ഫോളോ അപ്പ് ചില മദ്രസകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ അത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കോവിഡ് സമയത്താണ് അത് മിക്കതും വന്നിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു അച്ചടക്കം ഉണ്ടാക്കാൻ ഇൻഷാ അള്ളാഹ് നമ്മൾ ഉണ്ടാക്കുന്ന ഷെഡ്യൂള് ഒരു കാരണമാകും എന്നർത്ഥം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായി കണ്ടെത്താനും അവർക്ക് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് ഇങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് ഷെഡ്യൂൾ അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദൈനംദിന കാര്യങ്ങൾക്ക് അവർക്ക് പക്വത, ഒരു കൂടുതൽ വിവേകവും അവർക്ക് അതിലൂടെ കടന്നു വരും എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അള്ളാഹ് പറയുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഒരു സീന്ന് ടൈപ്പ് ചെയ്തോളൂ എല്ലാവരും. നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്താനും അത് സഹായകമാകും. സ്പീഡ് കൂടുതലും ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സി ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും കുറെ ആളുകൾ കൂടെ ഉണ്ട്, ടൈപ്പ് ചെയ്യാത്ത ആളുകൾ കൂടെ ഉണ്ടെങ്കിലും അവർ ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാവും അത് അടുത്ത ചോദ്യത്തിൽ ടൈപ്പ് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരെ കുറെ ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇപ്പോ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖല വിജയിക്കണമെങ്കിൽ അതിന് 6 കാര്യങ്ങൾ നന്നാകണം എന്നാണ് പറയാം. ഞാനത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയത്തിലേക്ക് എത്തും. 6 കാര്യങ്ങളാണ് നന്നാകേണ്ടത്. അതിൽ ഒന്ന് അതിന്റെ മാനേജ്മെന്റ് ആണ്. ഒരു ഹിമായ ഓൺലൈൻ പദ്ധതി എടുക്കുക നമുക്ക്. ഇത് ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ നടത്തിപ്പുകാര് ആത്മാർത്ഥമായി ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന ആഗ്രഹത്തോടെ അതിന് പിന്നിൽ നന്നായി ആലോചിച്ച് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മനസ്സംതൃപ്തി കിട്ടുന്ന രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ടീം ഉണ്ട് എന്നുള്ളതാണ്. മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. പിന്നീട് അതിന്റെ ഫെസിലിറ്റീസ് ആണ്, അതിന്റെ ഭൗതിക സൗകര്യങ്ങളാണ്. അത് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സൂം വേണം, അത് നടത്തണമെന്നുണ്ടെങ്കിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആള് വേണം. ഇങ്ങനെ ആ സംവിധാനങ്ങൾ, ഭൗതിക സംവിധാനങ്ങൾ ഉഷാറാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് അതിന്റെ സിലബസും കരിക്കുലം ഒക്കെയാണ്. എന്ത് കൊടുക്കണം ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് എന്ത് കൊടുക്കണം, മക്കൾക്ക് എന്ത് കൊടുക്കണം, മാതാപിതാക്കൾക്ക് എന്ത് കൊടുക്കണം, ടീച്ചേഴ്സിന് എന്ത് കൊടുക്കണം എന്ന ഒരു സിലബസ് അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു സംഗതിയും നന്നാകാൻ വേണ്ടി ഉണ്ടാകേണ്ട മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് അത് പഠിപ്പിക്കുന്ന ആളുകൾ, ടീച്ചേഴ്സ്, അതിന്റെ ഫാക്കൽറ്റി, അത് ആത്മാർത്ഥതയുള്ള, ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, മനസ്സിന് സമാധാനം കിട്ടുന്ന രൂപത്തിൽ അതിൽ ഇറങ്ങി ഒരു ഭാരമായി തോന്നാതെ ഇത് എന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് കണ്ട് എനിക്കിതിന് ഇഹലോകത്തും പരലോകത്തും സന്തോഷം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകർ അതിന്റെ പിന്നിൽ വേണം എന്നതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത് പാരന്റ്സ് ആണ്. നമ്മള് മക്കൾ ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് മക്കളെ ചേർത്ത സ്കൂളിന്റെ മാനേജ്മെന്റും അവിടുത്തെ സിലബസും അവിടുത്തെ ഭൗതിക സൗകര്യവും അവിടുത്തെ അധ്യാപകരും ഒക്കെ ഉഷാറായിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയണില്ലെങ്കിൽ, മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണില്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സംരംഭം അധികമൊന്നും നല്ല നിലക്ക് മുന്നോട്ട് പോവുകയോ നമ്മളെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയോ ചെയ്യൂല. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തേത് അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. എന്നാൽ നമ്മളെ മക്കളാണ്. നമ്മളെ മക്കൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും മാതാപിതാക്കളും ഒക്കെ, മാനേജ്മെന്റും ഒക്കെ, സിലബസും ഒക്കെ, അധ്യാപകരും ഒക്കെ, ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടിക്ക് ഒരു താല്പര്യമില്ല, അടുത്തേക്കാണ് പോകൂല, അത് പഠിക്കണം എന്നൊരു ആഗ്രഹമില്ല, വേറെ എന്തൊക്കെയോ ചിന്തകളാണ് അവനുള്ളത്, അവൾക്കുള്ളത്. ആ രംഗം പരാജയപ്പെടും. അപ്പൊ ഇത് 6 ഒത്തുവരുമ്പോഴാണ് നന്നാവുക എന്നാണ്
ഒരു കാര്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എന്തിനാണ് ഈ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്? അത് ഏതുമാകാം. മക്കൾക്ക് നമ്മളെ പിന്നെ ഒരു ഡെയിലി ആണല്ലോ നമ്മൾ പറയുന്നത്, ഒരു ദിവസത്തെ ഷെഡ്യൂളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൽ മദ്രസ പഠനം വരും, അതിൽ സ്കൂളിലെ പഠനം വരും, അതിൽ കുട്ടികൾ കളിക്കുന്നത് വരും, അതിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് വരും, അത് കുട്ടികൾ എഴുത്ത് വരും, കുട്ടികളുടെ വായന വരും, കുട്ടികളുടെ പഠനം വരും, കുട്ടികളുടെ വിരുന്ന് വരും, കുട്ടികളുടെ കല്യാണത്തിന് പോക്ക് വരും. അത് ഓരോ എല്ലാ ദിവസവും എല്ലാം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത് എന്ന കൃത്യമായ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ നല്ലൊരു ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. കുട്ടികൾക്കും തന്നെ ആ ഒരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറയണം. കുട്ടികളെ സഹായിച്ചിട്ട് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ എഴുതി അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ പൂർണ്ണമായും എഴുതി കൊടുക്കാതെ അവരുടെ അഭിപ്രായം ചോദിച്ചും അവരുടെ സഹായം ചോദിച്ചും അവർ വരക്കട്ടെ, അവർ എഴുതട്ടെ, അങ്ങനെയൊക്കെയാണ് ഒരു ഷെഡ്യൂള് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കേവലം നാവ് കൊണ്ട് പറഞ്ഞു പോവുക മാത്രമല്ല, ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഇപ്പോ ഷെഡ്യൂൾ ഉണ്ടാക്കാനുള്ള ഒരു ഷെഡ്യൂളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളത് പിന്നെ കോൾ വന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാഹ്. സൗണ്ട് കുറവുണ്ട് അല്ലെ? എന്താണ് ഇപ്പൊ ഇതിന്റെ സംഭവം എന്ന് അറിയില്ല. ഇവിടെ പ്രത്യേകിച്ച് തടസ്സമൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ എങ്ങനെ ആയിക്കോട്ടെ. പിന്നെ നമ്മള് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പോവാണല്ലോ. അപ്പൊ ഞാൻ ഈ പറയണ വിഷയത്തിന്റെ ഒരു നോട്ടുകൾ അവിടെ നിന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകണം. ഒരു നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. മൊബൈലിൽ തന്നെ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൂമിൽ ശ്രദ്ധിക്കൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇനി വേറൊരു മൊബൈലിലാണ് നോട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും നിങ്ങൾ നോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ് ഓർനോ നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നോട്ട് ചെയ്യുന്നവർ ഒന്ന് വൈ ടൈപ്പ് ചെയ്യുക, എസ് എന്നുള്ള വൈ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എസ് ടൈപ്പ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതല്ല നിങ്ങൾക്ക് പിന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ നോ എന്നുള്ള നിങ്ങൾ ടൈപ്പ് ചെയ്യണം. എന്നെ ചെയ്തവരെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ഓലെ പണിഷ്മെന്റ് തന്ന് ഓലെ കൊണ്ട് പൈസ ഫൈൻ അടപ്പിക്കൊന്നുമില്ല. നമ്മൾ എത്ര ആൾക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാവുമല്ലോ, ചിലർ യാത്രയിലാകും. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ പറയാറുള്ള സംഗതി തന്നെയാണ്. നമ്മുടെ ഗോള് ഒരു സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് ആവുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എസും എമ്മും എയും ആറും ടിയും ഉള്ള ഒരു ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്. എന്താണ് ഇപ്പൊ എന്തിനാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്? 2 ടൈപ്പ് ഷെഡ്യൂളാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. ലോങ് ടേം ഷെഡ്യൂളും ഷോർട്ട് ടേം ഷെഡ്യൂളും. അതില് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഇന്ന് ഉച്ചക്ക് മുമ്പ് ചെയ്ത് തീർക്കേണ്ടത്, ഒരു ഉദാഹരണം പറയാണ്, അല്ലെങ്കിൽ നാളത്തേക്ക് ചെയ്യേണ്ടത്, ഇന്ന് വൈകുന്നേരം ചെയ്യേണ്ടത്, ഇന്ന് മൊത്തത്തിൽ ചെയ്ത് തീർക്കേണ്ടത്, ഇതൊക്കെ ഷോർട്ട് ടേം ഷെഡ്യൂളിലാണ് വിടുക. ഇനി ലോങ് ടേം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ മാസം കൊണ്ട് നീ ചെയ്ത് തീർക്കേണ്ട കാര്യം, ഈ വർഷം കൊണ്ട് നീ എത്തിപ്പെടേണ്ട മേഖല, പരീക്ഷയ്ക്ക് മുമ്പ് നീ വായിച്ചു തീർക്കേണ്ട പുസ്തകങ്ങൾ, വായിച്ചു തീർക്കേണ്ട ഭാഗങ്ങൾ, ഇങ്ങനെ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് അപ്പുറത്തേക്ക്, ഒരു മാസത്തിൽ, പരീക്ഷയ്ക്ക് മുമ്പ് എന്നൊക്കെയുള്ള ഒരു ലോങ് ടേം ഷെഡ്യൂളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പൊ അങ്ങനെ പറയാൻ കാരണം, ഒരു ഹാഫിളാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി വീട്ടിലിരുന്ന് ഹാഫിളാക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെറിയ ചില സൂറത്തുകളെങ്കിലും പഠിപ്പിക്കുകയാണ്. അപ്പൊ സൂറത്തുൽ നബ ഇന്ന് മുഴുവൻ മനപ്പാടാക്കണം എന്നൊരു ഷോർട്ട് ടേം ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ. അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇന്ന് നീ ഒരു 4 ആയത്ത് പഠിക്കണം, നാളെ നീ ഒരു 6 ആയത്ത് പഠിക്കണം. ഇങ്ങനെ ആയത്തിന്റെ വലുപ്പത്തിനും പേജിന്റെ എണ്ണത്തിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഈ ആഴ്ച കൊണ്ട് നീ സൂറത്തുൽ നബ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് നീ സൂറത്തുൽ നബ പൂർത്തിയാക്കണം. അപ്പൊ നിനക്ക് ഒരു പേജ് തന്നെ പഠിക്കാൻ 3 ദിവസം കിട്ടും, അല്ലെങ്കിൽ ഒരു പേജ് തന്നെ പഠിക്കാൻ നിനക്ക് 5 ദിവസം കിട്ടും. അപ്പൊ ആദ്യം പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഓതിത്തന്ന് അത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് സൂറത്തുൽ നബ നിനക്ക് പൂർത്തിയാക്കാം. കണ്ടോ? ഇങ്ങനെ ഒരു ചെറിയ ഒരു അന്നന്ന് തീരേണ്ട ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം. നമ്മൾ അത് അപ്പുറത്തേക്ക്, ഒരു മാസം അപ്പുറത്തേക്ക്, ഒരു വർഷത്തിൽ അങ്ങനത്തെ ഒരു ഷെഡ്യൂളും നമ്മളെ മക്കൾക്ക്
നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്കും തന്നെ ഈ ഷെഡ്യൂള് പിന്നെ പിന്തുടരുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ പല സ്ഥലത്തും എത്തിപ്പെടാൻ നമുക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യും. രണ്ടാമത്തത്, നമ്മൾ അളന്നു നോക്കാൻ പറ്റുന്ന മെഷറബിൾ ആയിട്ടുള്ള അതാണ്. നമുക്ക് അളന്നു നോക്കാൻ കഴിയുന്ന ഒരു എത്ര പഠിച്ചെന്ന് പറയാൻ പറ്റണം. ഈ കുറച്ച് സൂറത്ത് പഠിച്ചോ, പറ്റൂല. അല്ലെങ്കിൽ നീ ഖുർആൻ മനപ്പാടാക്കിക്കോ, അങ്ങനെയല്ല. എത്ര സൂറത്ത്, എത്ര പേജ്, നമുക്ക് എന്നിട്ട് എത്ര പേജ് ആയി, അതിലിനി എത്ര ബാക്കിയുണ്ട്, അതിൽ ക്ലിയറായി പഠിച്ച ഭാഗം ഏതാണ്, ഒന്നും കൂടി ക്ലിയർ ആക്കേണ്ട ഭാഗം ഏതാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരു ലക്ഷ്യമായിരിക്കണം അത് ഖുർആൻ പഠനം. ഞാൻ വെറും ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അത് നമ്മളെ സ്കൂളിൽ പഠിക്കേണ്ട പുസ്തകങ്ങൾ 4-5 പുസ്തകങ്ങൾ ഉണ്ടാകും. ആ 4-5 പുസ്തകങ്ങളെ, ഓരോ പുസ്തകത്തെയും വ്യത്യസ്ത യൂണിറ്റുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടാകും. ഒരു യൂണിറ്റ് തന്നെ 4-5 ഭാഗങ്ങൾ ഉണ്ടാകും. 6-7 പാഠഭാഗങ്ങൾ ഉണ്ടാകും. ഒരു പാഠത്തിൽ തന്നെ വിവിധ രൂപത്തിലുള്ള തെമ്രീന്, പിന്നെ വർക്ക്, അഭ്യാസങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാകും. അപ്പൊ അതിനൊക്കെ ഒന്ന് മുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, എന്നിട്ട് അതിൽ എത്ര തീർന്നു എന്ന് അളന്നു നോക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. മൂന്നാമത്തേത് അച്ചീവബിൾ ആകുക എന്നതാണ്. നേടിയെടുക്കാൻ കഴിയുന്നതാകണം. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നർത്ഥം. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകളുള്ള ഒരു രക്ഷിതാവ് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അവര് 3 വർഷം അപ്പുറത്തേക്ക്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, ഈ 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ മകളെ ഏത് കോഴ്സിന് ചേർക്കണം, അത് എന്റെ സാമ്പത്തികാവസ്ഥക്ക് പറ്റുന്നത് തന്നെയാണോ, എന്റെ മകൾക്ക് താങ്ങാവുന്ന രൂപത്തിലുള്ളത് തന്നെയാണോ, അവൾക്ക് താല്പര്യമുള്ളത് തന്നെയാണോ, ആണെങ്കിൽ നമുക്കത് ഇപ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ അതിനെ കുട്ടിയെ ബോധ്യപ്പെടുത്താം, ഓർമ്മപ്പെടുത്താം, സപ്പോർട്ട് ചെയ്യാം, അതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കാം. എന്നിട്ട് 3 വർഷം കൊണ്ട് അവരുടെ മനസ്സിലേക്ക് അത് നല്ലൊരു കോഴ്സാണെന്ന് തോന്നിപ്പിക്കാം. അതല്ലാതെ നമ്മുടെ സാമ്പത്തികാവസ്ഥ അതിന് താങ്ങൂല, കുട്ടിയുടെ ബുദ്ധിപരമായ കഴിവ് അതിന് താങ്ങൂല, കുട്ടിക്ക് ഒരിക്കലും അതിനോട് താല്പര്യമില്ല, അങ്ങനത്തെ ഒന്നും നമ്മൾ വെറുതെ ലക്ഷ്യമായി കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ ഒരു ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ എപ്പോഴും കൊക്കിലൊതുങ്ങുന്നത്, നേടിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോ ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ മക്കളെ ഒക്കെ ഹാഫിളാക്കണം, കാരണം അവരെ പള്ളിയിൽ ഇമാമ നിർത്താനാണ് എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുകയാണ്, ഒരു ഉമ്മ ആഗ്രഹിക്കുക. പക്ഷെ 3 മക്കളുള്ളത്, 3 പെൺകുട്ടികളാണ്. അപ്പൊ പള്ളിയിൽ ഇമാമ നിർത്തുക എന്നുള്ളത് പിന്നെ ലക്ഷ്യമാക്കിയിട്ട് കാര്യമല്ല. ഹാഫിളാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നിട്ട് വീട്ടിൽ തന്നെ 4 ആൾക്ക് ഹിഫ്ള് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. 4 അയൽവാസികളെ കൊടുന്നാല് പെൺകുട്ടികളെ വെച്ച് ഹിഫ്ള് പഠിപ്പിക്കുക വലിയ സംഭവമാണ്. പക്ഷെ ലക്ഷ്യം എന്തായിരിക്കണം, അത് നടക്കുന്നതായിരിക്കണം. എന്റെ കുട്ടിനെ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ആളാക്കണം എന്ന് പെൺകുട്ടിനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ അവരുടെ തലവും അവരുടെ ജെൻഡറും അവരുടെ സൗകര്യവും നമ്മളെ സാമ്പത്തികാവസ്ഥയും നമ്മുടെ ഭർത്താവിന്റെ മാനസികാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മാർട്ടിലെ എസും എമ്മും എയും ആണ് പറഞ്ഞത്. 6 റെവലന്റ് എന്നും പറയും, പല രീതിയിലും അത് പറയുന്നുണ്ട്. അതില് ഒരു ഗുണമില്ലാത്തതാകരുത്. ഭയങ്കരമായ ലക്ഷ്യം വെച്ചിട്ട് എന്നിട്ട് അത് എവിടെ എത്തുക, ഒന്നും ആകുന്നില്ല, എവിടെ എത്തിപ്പെടാനൊന്നും കഴിയില്ല. അങ്ങനത്തെ ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് കാര്യം. അത് നമ്മൾ മക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്റെ ലക്ഷ്യം എന്താണ്, ഈ പോയി ഇങ്ങനെ ഈ രംഗത്തേക്ക് പോകാൻ കാരണം എന്താണ്, അല്ല എനിക്ക് ഇങ്ങനെ ആവാനാണ്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ +2 കഴിഞ്ഞിട്ട് പല കോഴ്സിനും പോകുന്ന ആളുകളുണ്ട്. +2 വരെയൊക്കെ ദീനിയായ സ്ഥാപനത്തിലൊക്കെ പഠിച്ചിട്ട് നിർത്തി പോകുകയാണ്. അവന്റെ ലക്ഷ്യം എന്താ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്തെങ്കിലും പിന്നെ ടെക്നിക്കൽ കോഴ്സിന് പോകണം, എന്തെങ്കിലും മൊബൈൽ ടെക്നിക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും എന്താണ് നിന്റെ ലക്ഷ്യമല്ല. എന്നിട്ട് അത് പോയിട്ട് നീ എവിടെ എത്തുക, അത് കഴിഞ്ഞാൽ നീ എന്തിനാണ് നിനക്ക് പോകാൻ കഴിയുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഉപകാരവും ഇല്ലാത്ത, ഏതാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ ആവശ്യമില്ല, അത് വേറെ പലരും ചെയ്തോളും. നമ്മളെ കൊണ്ട് ജീവിതം അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവസാനത്തേത് സ്മാർട്ടിലെ ടൈം ബോണ്ടാണ്. സമയബന്ധിതമായി ചെയ്ത് തീർക്കാവുന്ന ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത്. ടൈം വേണം, എന്തിനും ഒരു ഷെഡ്യൂൾ വേണം, നല്ലൊരു ഷെഡ്യൂൾ വേണം, വ്യക്തമായ സമയക്രമമുള്ള, പ്രാക്ടിക്കലായ, ഫലപ്രദമായ, ഫോളോ ചെയ്യാൻ കഴിയുന്ന, റിസൾട്ട് അളന്നു നോക്കാൻ പറ്റുന്ന ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണം. ഞാൻ ഒന്നുകൂടി പറയണം, വ്യക്തമായ ഒരു ഷെഡ്യൂൾ ആകണം, സമയക്രമം പാലിച്ചുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ ആകണം, പ്രാക്ടിക്കലായ
പിന്നെ നമുക്ക് അത് നടപ്പിലാക്കാൻ കഴിയണേ, ഫലപ്രദമായ ഫോളോ ചെയ്യാൻ പറ്റണേ, റിസൾട്ട് അളന്ന് നോക്കാൻ പറ്റണ ഒരു ഷെഡ്യൂൾ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ ഷോർട്ട് ടേം ഷെഡ്യൂളും ലോങ് ടേം ഷെഡ്യൂളും വേറെ വേറെ തന്നെ ഉണ്ടാക്കുക. നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ ആളുകളൊക്കെ പറയുന്ന പോലെ തെങ്ങുമ്മ കയറാനും കമുകുമ്മ കയറാനും ഒരേ തളപ്പ് പറ്റൂല. നമുക്ക് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയുണ്ട്. എല്ലാവർക്കും ഒരേ ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. ചിലപ്പോ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയാലും അതിങ്ങനെ എന്നും ചെന്ന് നോക്കിയിട്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ നോക്കിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അവർക്ക് ചിലപ്പോ നല്ല ചാർട്ടിൽ വലുപ്പത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇത് നീ ചെയ്തു, ഇനി ഇതാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകേണ്ടി വരും. എന്നാൽ നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കണ മോൾക്ക് നമ്മള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവളുടെ മൊബൈലില് അവള് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അവന്റെ മൊബൈലിൽ അവന് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് നീ ഫോളോ ചെയ്യണം, എനിക്കൊന്ന് സെൻഡ് ചെയ്യും, ഞാനൊന്ന് നോക്കട്ടെ, ഇന്ന് നീ അതിൽ എന്തൊക്കെ ചെയ്തത് ഞാനൊന്ന് ടിക്ക് ചെയ്യാ എന്ന് പറയൽ മാത്രം മതിയാവും. അപ്പൊ പ്രായത്തിനും അതുപോലെ തന്നെ കോഴ്സിനും ഒക്കെ അനുസരിച്ച് അവരുടെ ക്ലാസ്സിനൊക്കെ അനുസരിച്ചിട്ടുള്ള അതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമയക്രമമായിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നർത്ഥം. നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ ഉറങ്ങുക എന്നതാണല്ലോ പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ കുട്ടിനോട് പിന്നെ 8 മണിക്ക് നമുക്ക് ഉറങ്ങാൻ പറയാം. എന്നാൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ കുട്ടിനോട് ഈ 8 മണിക്ക് തന്നെ ഉറങ്ങണം എന്ന് പറഞ്ഞാല് അവൾക്ക് വായിച്ച് തീരൂല, പഠിച്ചു കഴിയൂല, എഴുതാനുള്ളത് എഴുതി തീരൂല. അപ്പോ ആ സമയമൊക്കെ നമ്മൾ പ്രായത്തിനും ക്ലാസ്സിനും അനുസരിച്ച് പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ അതിലുണ്ടാകും എന്നർത്ഥം. പിന്നെ അതേപോലെ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അതിൽ പരിഗണിച്ചിട്ടുണ്ടാകണം. നമ്മളൊരു ഇത്ര സമയത്ത് ഉണരണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങോട്ട് പോകണം, ഇതൊക്കെ നീ നിർവഹിക്കണം, പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് ഇങ്ങനെ ആവണം, മഗ്‌രിബിന് ശേഷം ഇങ്ങനെ ചെയ്യണം, ഇശാന് ശേഷം ഇങ്ങനെ ആയിരിക്കണം, പിന്നെ ഇങ്ങനെ എഴുതിയിട്ട് ഈ സമയത്ത് നീ കിടന്നുറങ്ങണം. ഒരിക്കലും നടക്കാൻ പോണ കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോ അസറും മഗ്‌രിബിന് ഇടയിൽ ഏറ്റവും ചുരുങ്ങിയതാ ഞാൻ പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് അസർ മഗ്‌രിബിന് ഇടയിലുള്ള സമയം എന്താ ചെയ്തോ എന്ന് പറയാൻ പറ്റണം. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളിയിൽ അവൻ മുഴുകണം. അതിൽ കുറച്ച് സമയമൊക്കെ നമ്മളെ വീട്ടിലെ വർക്കിന് നമ്മെ സഹായിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പും സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് സമയം വീട്ടു ജോലികളിൽ സഹായിക്കാൻ വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നാകും. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഇഷ്ടമുള്ള, അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള കളികളും മറ്റും അനുവദിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നർത്ഥം. പിന്നെ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി, എന്നിട്ട് ഒരാഴ്ച ഫോളോ ചെയ്തു, അപ്പൊ നടക്കണില്ല എന്ന് നമുക്ക് തോന്നി, ചിലത് അങ്ങനെ തന്നെ പോകൂല, അതിൽ മാറ്റം വരുത്തേണ്ടി വരും എന്ന് നമുക്ക് തോന്നിയാൽ ഒന്നും ആലോചിക്കാനല്ല, അത് എഡിറ്റ് ചെയ്യുക. കാരണം ഇത് ഒരിക്കലും ഒരു കോൺക്രീറ്റ് ഒന്നല്ല, ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു സംഭവം ഒന്നല്ല. ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിനും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി എന്നിട്ട് അത് തീരെ ഫോളോ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി തന്നെ എനിക്ക് വേണ്ട, അത് നടക്കൂല, എങ്ങനെയാക്കുക, അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരാഴ്ച ഫോളോ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നടക്കണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യമായ തിരുത്തലുകളൊക്കെ അതിൽ വരുത്താവുന്നതാണ്. അതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഒരു രാത്രി 12 മണിക്ക് ഉറങ്ങുക, എന്നിട്ട് പിന്നെ സുബഹ് നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉണരുക. ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തും നമുക്ക് നഷ്ടപ്പെടും, ശാരീരികമായി നമ്മൾ ക്ഷീണിക്കും, നമ്മുടെ മക്കള് നമ്മളും ഒക്കെ നമ്മുടെ വർക്കിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു 11 മണിക്കുള്ളിൽ ഉറങ്ങാൻ പറ്റണം. ഇപ്പത്തെ സുബഹ് നല്ല വൈകി ആയതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 4:30, 4:45 ആ സമയത്തൊക്കെ സുബഹ് വരുന്ന സമയത്ത് 10 മണിക്കൊക്കെ ഉറങ്ങണം ശരിക്കും. ഇത്ര മാക്സിമം സമയമാണ് ഇത്. 11 മണി ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം 5 മണി വരെ ഉറങ്ങിയാലും സുബഹിന് മുമ്പ് തന്നെ നമുക്ക് ഉണരാൻ പറ്റുന്ന ഒരു സമയമായതുകൊണ്ടും ഇനി സുബഹ് അങ്ങോട്ട് പോകുമായതുകൊണ്ടും, അപ്പൊ ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിലേക്ക് നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഷെഡ്യൂളിനെ നമ്മൾ മാറ്റണം. ഇന്ന് നിലവിലുള്ള ഒരു പ്രശ്നം, ഇപ്പോ നമ്മൾ ഈ ഇരിക്കുന്ന
ഇതിൽ എന്നെ ഇപ്പൊ നിങ്ങളൊന്ന് സാധാരണ വീട്ടിലെ എല്ലാവരും ഉറങ്ങി ലൈറ്റ് ഓഫ് ആക്കി വാതിൽ കുറ്റിയിട്ട് പിന്നെ അവിടെ ഉറങ്ങുന്ന ഒരു സമയം ഒന്നാണ് ചാറ്റ് ബോക്സിൽ വരും. നിങ്ങൾ സാധാരണ ഉറങ്ങുന്ന ഒരു സമയം ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വിരുന്നാരോ അല്ലെങ്കിൽ അത്യാവശ്യക്കാരോ വന്നാല് ഞങ്ങൾ 9 മണിക്ക് ഉറങ്ങുന്ന ആളുകളാണ്, ഇനി ആരും വരണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതല്ല കൂട്ടുന്നത്. പൊതുവേ നമ്മൾ വീട്ടില് ഉറങ്ങുന്ന ഒരു സമയം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യും. 9:30 വരുന്നുണ്ട്, നല്ലൊരു സമയമാണ്. 10:30 ഉണ്ട്, 11 ഉണ്ട്. 11 തന്നെയാണ് മാക്സിമം ഉള്ളത് അല്ലെ, ഇതിൽ നിലവിൽ വന്നിട്ടുള്ളൂ. അതാ 10 മണി 9:30 എന്നൊക്കെ എഴുതിയ ആളുകൾ അത് സ്ഥിരമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഈ പറയുന്ന എനിക്ക് തന്നെ ചിലപ്പോൾ നടപ്പിലാക്കാൻ കഴിയൂല. കാരണം ഇതുപോലുള്ള ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ വീട്ടിലിരുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാം. പക്ഷെ വേറെ സ്ഥലത്താകുമ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ബസ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ കാർ ഓടിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് സമയം വൈകും. എന്നാലും അതൊരു സ്ഥിരമാകാതെ നോക്കണം എന്നതുകൊണ്ടാണ് എനിക്കും കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ 11 ഇതിലിപ്പോ മാക്സിമം വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 11 മണിക്ക് നമ്മൾ കിടക്കണം ശരിക്കും. ബറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ ക്ലാസിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടുത്തേ. അപ്പോ ഞാൻ പറഞ്ഞത് ഈ ഒരു നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക എന്നത് നമുക്ക് സ്വീകരിക്കേണ്ട ഒരു മെത്തേഡാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോ ഉറങ്ങുന്നത് വരെയും ഉണർന്ന ഉടനെയും നമുക്ക് മൊബൈൽ വേണമല്ലോ. അപ്പൊ അതിന് ഏറ്റവും സേഫ് ആയ ഒരു രൂപം, ഉണർന്ന് ആദ്യത്തെ അരമണിക്കൂർ സമയവും ഉറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പുള്ള സമയവും നോ സ്ക്രീൻ ടൈമായി മാറും. കഴിയുമോ എന്നുള്ളത് നമ്മൾ നല്ലോണം ആലോചിച്ചാലേ നടക്കുള്ളൂ. പക്ഷെ കഴിഞ്ഞാൽ അത് ഭയങ്കര ഉപകാരവും. കണ്ണിനും മസ്തിഷ്കത്തിനും ഓർമ്മക്കും ബുദ്ധിക്കും ശരീരത്തിനും എല്ലാ നിലക്കും അത് ഉപകാരമായിരിക്കും. 11 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാള്, 11:30 ഉറങ്ങുന്ന ഒരാള് 11 മണിക്ക് മൊബൈൽ എടുത്ത് വെക്കുക. 6 മണിക്ക് 5 മണിക്ക് ഉണരുന്ന ഒരാള് ഒരു 5:30 ശേഷം അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം മാത്രം മൊബൈൽ എടുക്കുന്ന, സമയം നോക്കാൻ ജസ്റ്റ് ഒന്ന് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. കാരണം ചിലപ്പോ ക്ലോക്കും വാച്ചൊക്കെ ഇല്ലാതെയായി ടൈം നോക്കലൊക്കെ മൊബൈലിലേക്ക് മാറിയിട്ടുണ്ടാവും. പക്ഷെ കഴിയുന്നതും ടൈമുക്ക് സമയം നോക്കാൻ പോലും അലാം അടിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് അത് ഓഫ് ആക്കിയിട്ട് പിന്നെ അത് എടുക്കരുത്. ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ ഉണർന്ന, അതുപോലെ ഉറങ്ങണീന്റെ ഒരു അരമണിക്കൂർ മുമ്പും. സൗണ്ട് കുറവാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രശ്നമാണെങ്കിൽ നമുക്ക് പരിഹരിക്കണം. പറഞ്ഞാളുടെ മാത്രം പ്രശ്നമാണെങ്കിൽ പിന്നെ ക്ലിയർ ആയി വന്നോളും. പിന്നെ ഇവിടെ ദിക്റ് ചൊല്ലാൻ വേണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്റ് ചൊല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോ ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് പറയില്ല. നമ്മള് മനഃശാസ്ത്രപരമായ സൈക്കോളജിക്കലി ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ദീനിനെതിരാകുന്ന രൂപത്തിൽ നമ്മൾ നടപ്പിലാക്കാനും പറ്റൂലല്ലോ. പക്ഷെ നമുക്ക് രാവിലെ ചൊല്ലേണ്ട, വൈകുന്നേരത്തെ ചൊല്ലേണ്ട, കോള് വരുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ നമുക്ക് മനഃപ്പാടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ആ സൂറത്ത് പഠിക്കണം ഈ സൂറത്ത് പഠിക്കണം എന്നൊക്കെയാണല്ലോ പറയാൻ പോണത്. അപ്പോ ഒരു മാസം നമ്മൾ സമയം എടുക്കുക, 30 ദിവസം ഉണ്ട്. 30 ദിവസം കൊണ്ട് രാവിലെ ചൊല്ലേണ്ട ദിക്റും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതെ, മിനിറ്റ് കോള് വരാതിരിക്കാൻ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് വൈഫൈ ഓൺ ആക്കട്ടെ. നമ്മളെ സൗണ്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ ജാസിദ്? ഓക്കെ ആണ്, ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതേ, പിന്നെ ആ ഇവിടെ ചാറ്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. അതിനുവേണ്ടി നമുക്ക് മൊബൈൽ എടുക്കുക ചെയ്യാം. സാധാരണ ഉണ്ടാവില്ല വെച്ചാൽ ടൈം നോക്കാൻ മൊബൈൽ എടുത്തു, മൊബൈൽ നോക്കി ടൈം പോയി എന്നാണ് പറയല്. ചിലപ്പോൾ നമ്മൾ സമയം നോക്കാൻ വേണ്ടി എടുത്തതാണെങ്കിലും പിന്നെ മൊബൈൽ നോക്കി സമയം പോകും.
അപ്പോ ആ നിലക്ക് പോകാതെ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി മാത്രമാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉണർന്ന ഉടനെയും ഉറങ്ങുന്നതിന് മുമ്പും സ്ക്രീനിലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു ഉപകാരമാണ്. അത് ദിക്റ് ചൊല്ലാനാണെങ്കിലും എടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ പുസ്തകം കയ്യിലുണ്ടായാൽ മതി. ആ ചോദിച്ച ആൾക്ക് പ്രാർത്ഥനാ പുസ്തകം ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് സൗജന്യമായിട്ട് ഈ ഉള്ളവൻ അയച്ചു തരും. ഞാൻ തന്നെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. നമുക്ക് അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അയച്ചു തരും, അല്ലെങ്കിൽ എത്തിക്കാനുള്ള മാർഗം പറയുകയാണെങ്കിൽ എത്തിച്ചു തരും. വേദിയില്ല. അപ്പൊ അത് സ്ക്രീനിൽ നോക്കാതിരിക്കുക എന്നുള്ളത് നല്ലതാണ് ഇൻഷാ അള്ളാഹ്. പിന്നെ അതേപോലെ നമ്മൾ കുട്ടികളോട് ആയിക്കോട്ടെ ഇൻഷാ അള്ളാഹ് അത് അയച്ചു തരും. രാവിലെയും വൈകുന്നേരവും പിരിയുമ്പോഴും വരുമ്പോഴും ഈ 4 സമയം നമ്മൾ സംഭവമാക്കണം. പാരന്റിംഗ് ക്ലാസ്സുകളിൽ സാധാരണ നമ്മൾ പറയുന്ന പോയിന്റ് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നാലും ഈ ഷെഡ്യൂളിൽ പ്രത്യേകം നമ്മളെ മക്കളെ കൈയെടുക്കാൻ പറ്റിയ ഒരു മാർഗമാണത്. ഉറങ്ങുന്ന ആ സമയത്ത് ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളിൽ നിന്ന് നല്ല വാക്ക് മാത്രമേ നമ്മളെ മക്കൾ കേൾക്കാവൂ. മിണ്ടാതെ കിടന്നുറങ്ങിക്കോ, എത്ര സമയം നിന്നോട് പറയുന്നു, ഇങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പറയലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയാൽ മതി കുട്ടികൾ. ഉറങ്ങണീന്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ നല്ല സൗഹൃദത്തിലാകണം. പിമ്മിയും ഭാര്യ മക്കളും മക്കളും തമ്മിലൊക്കെ ഒന്ന് ഉഷാറായിട്ട് നല്ല നിലക്ക് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അവരുടെ തലയിലൊക്കെ ഒന്ന് തലോടി നെറ്റിയിലൊക്കെ ഒന്ന് ഉമ്മ വെച്ച്. ഏത് കുട്ടിക്കും അവിടെ ഒന്നും വലിപ്പം ചെറുപ്പമൊന്നുമില്ല. നമ്മളെ ഏത് കുട്ടിയെ നമുക്ക് തലോടാൻ പറ്റാത്തത്? എത്ര മൂത്ത കുട്ടീനെ നമുക്ക് തലോടിക്കൂടെ? ഒന്ന് സ്നേഹവാക്കുകൾ പറഞ്ഞൂടെ? അപ്പൊ ചെറിയ കുട്ടികൾ മുതൽ വലിയ മക്കൾ വരെയുള്ള ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ വേണ്ടി അവരിപ്പോ വേറെ റൂമിൽ കിടക്കാൻ മാത്രം പ്രായമായവരായിരിക്കും. അവരവരുടെ റൂമിൽ പോകുമ്പോൾ നമ്മളിൽ നിന്ന് നല്ലത് കേട്ടെന്ന് പോകണം. ഉറങ്ങുന്ന സമയം എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ ഉണരുന്ന സമയം ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണർത്തുന്നത് സ്നേഹത്തോടെ മാത്രമായിരിക്കണം. ഒരിക്കലും നമ്മൾ കാലുകൊണ്ട് പോയിട്ട് അവിടെ കാലിന് ചവിട്ടിയിട്ട് ഉണർത്തുന്ന അവസ്ഥയൊന്നും ഉണ്ടാകാനേ പാടില്ല. അല്ലെങ്കിൽ പിന്നെ കാല് വലിക്കുക, കൈയിട്ട് വലിക്കുക, എന്താ ഉണരാത്തത് അടിക്കുക, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഉണർത്തുന്ന സമയത്ത് ഏത് കുട്ടികളാണെങ്കിലും അവര് നോർമൽ അല്ലല്ലോ, അൺകോൺഷ്യസ് മൈൻഡ് തന്നെ ആണല്ലോ അവർക്കുള്ളത്. ആ സമയത്ത് നമ്മൾ പോസിറ്റീവ് മാത്രമാണ് കൊടുക്കേണ്ടത്. അവരെ തട്ടി ഉണർത്തിയിട്ട് സ്നേഹത്തോടെ വാക്കുകൾ പറഞ്ഞിട്ട് ഉണരാനായി എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി ലദി അഹ്യാന എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെയുള്ള 5ാം ക്ലാസ് വരെയുള്ള നമ്മുടെ മക്കളെ ഉണരുന്ന സമയത്ത് പിശാചിന്റെ 3 കെട്ടുകളിലെ ഒരു കെട്ട് അഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാനെ സ്തുതിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് നമ്മൾ ഉണർന്നു വാന്ന് പറഞ്ഞു പോന്നാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവർ ഉണർന്നു വന്നിട്ടുണ്ടാകും, ആദ്യത്തെ കെട്ട് അഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 3 കെട്ടുകളും അഴിയുകയാണെങ്കിൽ അസ്ബഹ നശീതൻ, അവനന്ന് ഉന്മേഷമുള്ള ആളായിരിക്കും, ആവേശമുള്ള ആളുകളായിരിക്കും, നല്ല എല്ലാ കാര്യത്തിനും താല്പര്യമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ അവന്റെ മനസ്സ് ഏറ്റവും നല്ല ഒരു മനസ്സിന്റെ ഉടമയായിട്ടാണ് അന്ന് നേരം പുലരുക. എന്നാൽ ആ കെട്ട് അഴിയാൻ ബാക്കിയുണ്ടെങ്കിൽ, പിശാച് മുർദാബിലിട്ട കെട്ടിക്കൊടുക്ക് അഴിയാൻ ബാക്കിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്ബഹ കസ്ലാന സയ്യിഅൻ നഫ്സി, ചീത്ത അഖ്ബതൻ നഫ്സായിട്ട്, മോശമായ ഹൃദയത്തിന്റെ ഉടമയായി, മടിയനായി, അലസനായി, ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത, അന്നത്തെ ദിവസം കട്ടപ്പുകയായി എന്ന ലക്കാണ് അവൻ നേരെ പുലരുക. അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ വിളിച്ചു പോകുന്നു, അവർ അൽഹംദുലില്ലാഹ് എന്ന് കൂടി പറഞ്ഞിട്ടില്ല എങ്കിൽ ശരിക്കും നമുക്ക് നഷ്ടല്ലേ. അതുകൊണ്ട് അവർ ഉണർത്തുന്ന സമയത്ത് അവരെ ഹംദ് ചൊല്ലാൻ, ഉറക്കിൽ നിന്ന് ഉണർന്നാലുള്ള പ്രാർത്ഥന ചൊല്ലാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട്, അവർ ചൊല്ലുന്നില്ലെങ്കിൽ ഒന്ന് ചൊല്ലി വാക്കുകളൊക്കെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അവരിങ്ങോട്ട് ചൊല്ലിയിട്ട് അങ്ങനെ അവരെ ഉണർത്താൻ സാധിക്കണം. ഇനി ഉണർന്നു വരുന്ന സമയത്ത് മക്കളുടെ പ്രായം അനുസരിച്ച് ചില കുട്ടികൾക്ക് നമ്മൾ ബ്രഷും പേസ്റ്റും എടുത്തിട്ട് കയ്യിൽ കൊടുക്കേണ്ടി വരും. ബാത്റൂമിന്റെ വാതിൽ നമ്മൾ തുറന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ബെഡിൽ നിന്ന് എടുത്തിട്ട് താഴത്തേക്ക് വെക്കേണ്ടി വരും. എന്നിട്ട് കയ്യിൽ ബ്രഷും പേസ്റ്റും കൊടുത്തിട്ട് കയറുമെന്ന് പറയേണ്ടി വരും. അത് പ്രായത്തിനനുസരിച്ചാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രഷ് പേസ്റ്റ് വേറെ വേറെ എടുത്തു കൊടുക്കണം. കുട്ടി തന്നെ പേസ്റ്റ് ബ്രഷും ആക്കണം. വാതില് അവൻ തന്നെ തുറക്കണം. ലൈറ്റ് ഇടാൻ സ്വിച്ച് എത്താത്ത ദൂരത്താണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ തന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കയറണം. ഒരു ആദ്യത്തെ 28 ദിവസം നമ്മൾ ബ്രഷും പേസ്റ്റും എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നത്തെ 28 ദിവസം നമ്മൾ ബ്രഷ് വേറെയും പേസ്റ്റ് വേറെയും കൈ കൊടുക്കുകയാണ് വേണ്ടത്.
പിന്നത്തെ 28 ദിവസം ബ്രഷ് പോയി, പേസ്റ്റ് പോയി, എടുത്ത് തേച്ച് അവൻ സ്വന്തം ചെയ്യുന്ന, അവൾ സ്വന്തം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവൾ എത്തണം. ഓരോ 28 ദിവസവും കുട്ടി അതിനിങ്ങനെ മനസ്സ് പാകപ്പെട്ട് സെറ്റായി വളർന്ന് ഉയർന്ന് വളരെ മെച്യൂരിറ്റി ഉള്ള, പക്വതയുള്ള, വിവേകമുള്ള കുട്ടിയായിട്ട് വളർന്നു വരുന്നത് നമുക്കിങ്ങനെ അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഉണർത്തുന്ന സമയം വളരെ പ്രധാനമാണ്, ഉറങ്ങുന്ന സമയം വളരെ പ്രധാനമാണ്. നമ്മൾ സ്കൂളിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുന്ന, മദ്രസയിലേക്ക് വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങി പോകുന്ന സമയം വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന നമ്മുടെ മോളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, നമ്മുടെ മകനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഉള്ള ആ ഒരു അരമണിക്കൂർ സമയം ഉണ്ടല്ലോ, വളരെ പ്രധാനമാണ്. നിന്റെ ബാഗ് മറന്ന് അവിടെ എവിടേക്ക് നീ ഇട്ടിട്ടുള്ളത് എന്നൊന്നുമല്ല. അത് എന്തൊക്കെ ഉണ്ടെങ്കിലും പോകുന്ന സമയത്ത് ഒന്ന് കൈ കൊടുത്ത് നെറ്റിയിലൊക്കെ ഒന്ന് ചുംബിച്ച് നന്നായി പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മുഴുവൻ നിനക്കല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ബാഗൊക്കെ കയ്യിലെടുത്ത് കൊടുത്ത് ചെരുപ്പൊക്കെ മുന്നിലേക്ക് ശരിക്കും വെച്ചു കൊടുത്തിട്ട് പോയി വാ എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ് പിരിയുന്ന ഒരവസ്ഥയായിരിക്കണം ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോ, ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മകന് ഇറങ്ങി പോകുമ്പോ നടക്കേണ്ടത്. നല്ല ടാസ്ക്കാണ്. കാരണം പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ 2ഉം 3ഉം 4ഉം ഒക്കെ മക്കളുണ്ടാകും. ഓരോരുത്തരും ഓരോ കോഴ്സ് ആയിരിക്കും, ഓരോരുത്തർ ഓരോ പഠിക്കണ ഓരോ ക്ലാസ്സിലായിരിക്കും. ആദ്യത്തെ കുട്ടിക്ക് ബസ് വരുന്നത് ഒരു ടൈം, രണ്ടാമത്തെ കുട്ടിക്ക് ബസ് വരുന്നത് വേറൊരു ടൈമൊക്കെ ആയിരിക്കും. ഓരോ ടൈമിനനുസരിച്ച് ഒക്കെ ചെയ്ത് തീർക്കണം. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല. ഞങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയാത്ത വല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരേ സമയം നിങ്ങൾ ചെയ്യുന്നത്? അതേ സമയം അവിടെ ഭർത്താവിനുള്ള ചായ ആകുന്നുണ്ട്, അതേസമയം മൂത്ത മകൾക്കുള്ള ഫുഡ് അവിടെ റെഡിയാണ്, അതേസമയം അവിടെ വസ്ത്രം അയൺ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചെയ്യാണ്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഇടയിൽ പിന്നെ കുട്ടി പോകുമ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട് പോയിക്കോ, അങ്ങനെയല്ല. ആ ബസ് വന്നിട്ടുണ്ട് പോയിക്കോ എന്ന് പറയാൻ സാധിച്ചേ പറ്റുള്ളൂ. നമുക്കത് അനുഭവിച്ച് മനസ്സിലാവും. നമ്മള് ഈ ഒരു 4 സമയം ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങുന്ന സമയം, ഉണരുന്ന സമയം, വീട്ടിൽ നിന്ന് പോകുന്ന സമയം, വീട്ടിലേക്ക് കയറി വരുന്ന സമയം, ഈ ഒരു 4 സമയത്തെ അരമണിക്കൂർ സമയം നമ്മൾ കുട്ടികളോട് ഏറ്റവും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുമുള്ള സംസാരമാണ് നിർവഹിക്കുന്നത് എങ്കിൽ ബാക്കി മുഴുവൻ സമയവും നമ്മെ ഇങ്ങോട്ട് പരിഗണിച്ചും ഇങ്ങോട്ട് ശ്രദ്ധിച്ചും ഇങ്ങോട്ട് ബഹുമാനിച്ചും ആദരിച്ചും മക്കള് ഇടപഴകുന്നത് അനുഭവിച്ചറിയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഉള്ള തോഫീക്ക് ചെയ്യാം. അതുകൊണ്ട് വന്ന ഉടൻ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം തുടങ്ങരുത്. വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് അതാണല്ലോ 4ാമത്തെ സമയം, വരുന്ന സമയമാണ്. കഴിയുന്നുണ്ടെങ്കിൽ ഭർത്താവ് വരികയാണെങ്കിലും മക്കൾ വരികയാണെങ്കിലും ഭാര്യ വരികയാണെങ്കിലും ഉമ്മ വരികയാണെങ്കിലും വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ പുറത്തിറങ്ങിയിട്ട് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. പുറത്തിറങ്ങാന്ന് ഉദ്ദേശിച്ചത് വാതില് തുറന്ന് അവരെന്നെ വാതിൽ തുറന്ന് വരുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുക എന്നത്. ബാഗൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ എവിടെ വെക്കാറുള്ളതെങ്കിൽ അവിടെ വെക്കുക. നമ്മൾ അങ്ങനെ വാങ്ങണില്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ളടത്ത് എറിയും. അതൊക്കെ കുട്ടിക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കണം. ബാഗ് ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. നമ്മൾ ഇന്ന് പറഞ്ഞ് നാളെ തന്നെ കുട്ടി അവിടെ ബാഗ് കൊടുന്ന് വെക്കൊന്നുമില്ല. നാളെയും കുട്ടി അങ്ങോട്ട് എറിയും. അപ്പൊ നമ്മൾ വീണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇവിടെ ബാഗ് വെക്കേണ്ടത് എന്ന്, അവിടുന്ന് എടുത്ത് ഇവിടെ നീ എന്നെ കൊടുന്ന് വെക്കുക എന്ന് പറയണം. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പറയുമ്പോ നമ്മൾ അടച്ചാക്ഷേപിച്ച് കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തലോടി പറഞ്ഞാൽ കുട്ടിക്ക് സ്വാഭാവികമായും ഇവിടെയാണ് ഞാൻ ബാഗ് വെക്കേണ്ടത് എന്നുള്ളൊരു ശീലം വരും. ഓടിന് വരുമ്പോ ചെരുപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക മുറ്റത്ത്. അതിനു പകരം ചെരുപ്പ് ചേർത്ത് ഒരു ഭാഗത്ത് വെക്കണം, അല്ലെങ്കിൽ ചെരുപ്പ് വെക്കാൻ പ്രത്യേകം സ്റ്റാൻഡോ മറ്റോ ഉണ്ടെങ്കിൽ അവിടേക്ക് എടുത്തു വെക്കണം എന്ന് കുട്ടിയെ ശീലിപ്പിച്ച് പഠിപ്പിച്ചാൽ അത് ഇങ്ങനെ ശരിയായി വരും. അപ്പൊ വരുന്ന സമയം വന്ന ഉടൻ തന്നെ നമുക്ക് ചിലപ്പോ കുട്ടിയോട് ചീത്ത പറയാൻ ഉണ്ടാവും. സ്വാഭാവികമാണ്. രക്ഷിതാക്കൾക്ക് ചീത്ത പറയാൻ അവകാശമുണ്ട്, അനുവാദമുണ്ട്. സ്കൂളിലും അല്ലെങ്കിൽ മറ്റും നമുക്ക് വന്ന ഫോൺ കോളുകൾ പലതും നമ്മുടെ കുട്ടികളോട് നമുക്ക് ശാസനാരൂപത്തിൽ പറയാൻ ബാക്കിയുണ്ടാവും. പക്ഷെ അതൊന്നും വന്ന ഉടനെ പറയുന്നത്. വന്ന് റാഹത്തായി വുളു എടുത്ത് നിസ്കരിച്ച് ഭക്ഷണം കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് കുടിച്ചിട്ട് ഇരിക്കുമ്പോ നമുക്ക് പറയാം, പിന്നെ ടീച്ചർ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് നീ നല്ല ശ്രദ്ധിക്കണം, നീ ഒരിക്കലും ചെയ്തത് ശരിയായില്ല. എത്ര കണിശമായി പറയേണ്ട കാര്യമാണോ അതിനനുസരിച്ച് കണിശതയോടെ നമുക്ക് പറയാം. പക്ഷേ 9 കാര്യങ്ങളിൽ കുട്ടിയെ അഭിനന്ദിക്കുമ്പോഴാണ്, കുട്ടിയുടെ നന്മകൾ എടുത്തു പറയുമ്പോഴാണ്, പുകഴ്ത്തി പറയുമ്പോഴാണ്
കുട്ടിയിൽ കാണുന്ന ഒരു തെറ്റിനെ തിരുത്താനുള്ള അവകാശം നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാണ്. ഒരു ഒരു നന്മയൊക്കെ കുട്ടീൻ്റെത് നമ്മൾ അഭിനന്ദിച്ച് പറയുന്നുണ്ടാകും. പക്ഷെ ബാക്കി 9ഉം അവനിൽ കാണുന്ന കുറവുകളും ന്യൂനതകളുമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ എത്ര ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു 4 സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നത്, ഉണർന്നു, കുട്ടിക്ക് പ്രായത്തിനനുസരിച്ച് നമ്മൾ ബ്രഷ് പേസ്റ്റ് ഒക്കെ എടുത്തു കൊടുത്തു. നമ്മളെ മൂത്ത കുട്ടിക്ക് നമ്മൾ എടുത്തു കൊടുക്കണ്ട. അവളോട് നമ്മൾ പറയാ, അവള് വലിയ വലിയ കുട്ടികളാണെങ്കിൽ അവളോട് നമ്മൾ പേസ്റ്റ് എടുത്ത് പോകാൻ പറയാ, ബാത്റൂമിലേക്ക് ഇടതുകാലി വെച്ച് കയറാൻ പറയാ, ബാത്റൂമിൽ ലൈറ്റ് ഇട് എന്ന് പറയാ. ഇങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ കുറച്ച് ദിവസം ആകുമ്പോൾ പറയാതെ തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ദിവസവും ഒരേ സമയത്ത് കുട്ടി ഉണർന്നോളണമെന്നില്ല. നമ്മൾ ചില ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും, ഒന്ന് ഉണർത്തേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വാതിലൊന്ന് തുറന്നു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സാധാരണ കുട്ടി എല്ലാം ചെയ്യുന്ന കുട്ടി അന്ന് ഉണരുന്നില്ല, അല്ലെങ്കിൽ ഉണർന്നിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ എന്തേ ഇപ്പൊ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നതിന് പകരം അന്ന് ചിലപ്പോൾ കുട്ടിക്ക് ഉള്ളിൽ പനി ഉണ്ടാവും, നമുക്ക് പുറത്തേക്ക് അറിയാത്തതുണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നൊന്നും അങ്ങനെ ഇല്ലല്ലോ എന്നുള്ള ക്ഷമയും സഹനവും മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമുക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വേണ്ടതെന്ന് ചോദിച്ചാൽ, അവര് രാവിലെ ഉണർന്നു, ബാത്റൂമിലൊക്കെ കയറി, പ്രായപൂർത്തിയായി പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട ആൺകുട്ടികളാണെങ്കിൽ അവരെ കഴിയുന്നതും പള്ളിയിലേക്ക് തന്നെ പറഞ്ഞയച്ച് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്ത്, ചിലപ്പോ ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ അയൽവാസിന്റെ കൂടെ പറഞ്ഞയക്കേണ്ടി വരും. വിശ്വസ്തരായ ആളുകൾ ആ സമയത്ത് പറഞ്ഞയക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പറഞ്ഞയക്കുക. അങ്ങനെ പള്ളിയിൽ പോയി ദിക്റൊക്കെ ചൊല്ലി അപ്പോഴേക്കും നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തീർക്കുക. അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ചെറിയ കുട്ടികളൊന്നും അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഒരു മണിക്കൂർ സമയമൊക്കെ ഉറങ്ങി, മദ്രസയില്ല സ്കൂള് മാത്രമേ ഉള്ളൂ, അപ്പൊ ഒന്നുകൂടി ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് ഉണർന്നിട്ട് അവരെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ മതിയാകും എന്നുള്ള ആളുകളെ ഉറങ്ങാനൊക്കെ അനുവദിച്ച്, അതല്ലാത്ത ആളുകളെ ആ സമയത്ത് അല്പസമയം നമ്മൾ ഖുർആൻ ഓതാൻ നിർബന്ധിക്കണം. നമ്മൾ ഏറ്റവും നല്ലൊരു മനസ്സിന്റെ സമയമാണ് ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്ന സമയത്തും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു പേജെങ്കിലും നമ്മളെ മകനെ ഇരുത്തിയിട്ട്, നമ്മുടെ മകളെ ഇരുത്തിയിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ പറയണം. നമ്മൾ അതിന് മാതൃക കാണിക്കണം. അത് എല്ലാ ദിവസവും ഒന്നെന്നെ ആകണമെന്നില്ല, ഒരേപോലെ തന്നെ ആകണമെന്നില്ല. ചില ദിവസം നമ്മൾ ഖുർആൻ ഓതുക, മക്കൾ ഇരുന്ന് കേൾക്കുക. ചില ദിവസം മകന് ഖുർആൻ ഓതുക, നമ്മൾ ഇരുന്ന് കേൾക്കുക. ചില ദിവസം ഖുർആൻ നമ്മുടെ മൊബൈലിൽ പ്ലേ ചെയ്യുക, നമ്മൾ 3 ആളും 4 ആളും വീട്ടിലുള്ളവരൊക്കെ ഇരുന്ന് കേൾക്കുക. ഏത് രൂപം നമുക്ക് സ്വീകരിക്കാം. ഇനി ആ സമയത്ത് നമുക്ക് പീസ് റേഡിയോ ഓൺ ചെയ്തിട്ട് അവിടെ നടക്കുന്ന ഒരു ഖുർആൻ ക്ലാസ്, അവിടെ ഖുർആനെ കുറിച്ച് പറയുന്ന ഒരു വിഷയം കേട്ടിട്ട് ആവശ്യമുള്ളത് എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. നമ്മുടെ മക്കളെ നമ്മൾ അതിനെ ഏൽപ്പിക്കാം. അതൊക്കെ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലാതെ ഫുള്ള് ഉറങ്ങിയിട്ട് സ്കൂൾ പോണീന്റെ 10 മിനിറ്റ് മുന്നേ ഉണർന്നിട്ട് മുഖം കഴുകി നേരെ ഓടിപ്പോകുന്ന അവസ്ഥ ഉള്ള മക്കൾ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം അതിൽ നിന്ന് തിരുത്തണം. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ രാത്രി ഉറങ്ങാൻ വൈകുക, എന്നിട്ട് സുബഹിസ്കരിച്ച് വീണ്ടും ഉറങ്ങുക, പിന്നെ സ്കൂളിലേക്ക് പോകുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ ഉണർന്നിട്ട് ജസ്റ്റ് ഒന്ന് തലയൊക്കെ നനച്ചിട്ട് യൂണിഫോം വലിച്ചിട്ട് പോവുക. ഇതൊരു ശീലമായിട്ടുണ്ട് എങ്കിൽ കർശനമായ ഭാഷയിൽ അതിനെ തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇനി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ, വീട്ടിലെ ചെറിയ വർക്കുകൾക്കുള്ള ഒരു സമയം അവിടെ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ അവരെ അതിനെ ഏൽപ്പിക്കണം. അത് നമുക്ക് വർക്ക് കുറക്കാനല്ല, അവർക്ക് വർക്ക് ശീലിപ്പിക്കാനാണ്. ഞാൻ ആവർത്തിച്ചു പറയാണ്, നമ്മളെ മോളെ മുറ്റം അടിച്ചു വാരാൻ നമ്മൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ മുറ്റത്തെ മുഴുവൻ ചപ്പും ചവറും പോയിട്ട് നമുക്ക് റാഹത്തായി ഇനി ഒരു പണിയില്ല എന്ന ആശ്വാസത്തിന് വേണ്ടിയല്ല. അങ്ങനെ ഉണ്ടാവും, അതിലൂടെ അതും നടക്കും. പക്ഷെ അതിനല്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കണേ, 6ാം ക്ലാസ്സിൽ പഠിക്കണേ, 7ാം ക്ലാസ്സിൽ പഠിക്കണ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അവര് ചൂലെടുത്തിട്ട് അടിച്ചു വാരണം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടു ജോലികൾ അവർ ചെയ്യണം. അത് നമ്മൾ ശീലിപ്പിക്കണം. അങ്ങനെ ശീലിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ചാറ്റ് ബോക്സിലേക്ക് നമുക്ക് വരാം. ഒരു 5ാം ക്ലാസ്സിന് മുകളിലേക്ക് 5, 6, 7, 8, 9, 5ാം ക്ലാസ് കൂട്ടണ്ട, ഒരു 6ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വീട്ടുജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് യെസ് അടിച്ചോളൂ. അല്ല, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ്, അവര് തിന്ന ഭക്ഷണത്തിന്റെ പാത്രം എപ്പോഴും ഉമ്മ തന്നെയാണ് കഴുകാറുള്ളത്,
അതേപോലെ അവരുടെ അടിവസ്ത്രം വരെ എപ്പോഴും ഉമ്മ തന്നെയാണ് അലക്കാറുള്ളത് എന്നൊക്കെ ഉള്ള ആളുകൾ എന്നും അടിച്ചോളി, മടിയില്ലെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ, ബുദ്ധിമുട്ടണ്ട, കഴിയുമെങ്കിൽ മതി. എസ് എല്ലാവരും ചെയ്യണവര് ചെയ്യുക, അല്ലാത്തവർ എന്ന് ധൈര്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവര് ചെയ്യാത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അൽഹംദുലില്ലാ അവിടെ ഇങ്ങനത്തെ ഒരു ക്ലാസിന്റെ ആവശ്യമില്ല എന്നപ്പോ മനസ്സിലാണ്. എല്ലാരും വീട്ടില് മക്കളെ പണിയേൽപ്പിക്കണവരാ. അവിടെ നമ്മൾ പണി ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, അവര് നമ്മളെപ്പോലെ 100% വൃത്തിക്ക് കൃത്യമായി ചെയ്തോളണം എന്നില്ല. അതിന് അവരെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് നമ്മളെ പണി തീർക്കാനല്ല, മറിച്ച് അവര് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ മരുമകളായി, അവിടുത്തെ ഭാര്യയായി, അവിടുത്തെ ഉമ്മയായി ജീവിക്കേണ്ടവളാണ്. അതിനവൾ ശീലിക്കണം. ആ ശീലമാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ അൽഹംദുലില്ലാ നല്ലൊരു ഇത് ചാറ്റ് ബോക്സിൽ നല്ലൊരു സംഭവം വന്നിട്ടുണ്ട്. മോള് 4ാം ക്ലാസ്സിലാണ്, എന്നാലും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും. മാഷാ അല്ലാഹ്. റൂം ക്ലീൻ ചെയ്യും. ബാറക്കല്ലാഹ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അത് ഭയങ്കര ശീലാണ്. 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് അവളുടെ കഴിവിൽപ്പെട്ടത് ചെയ്യിപ്പിക്കുക. ഒന്നും വേണ്ട. ഇനിയിപ്പോ അവർക്ക് പാത്രം ഒന്നും കഴുകാൻ അറിയില്ല, അല്ലെങ്കിൽ അവർ കഴുകിയാൽ ശരിയാകൂല. പക്ഷെ എന്ത് ചെയ്യുക, അവര് ഭക്ഷണം കഴിച്ചിട്ട് ആ കഴിച്ച സ്ഥലത്ത് നിന്ന് ആ പാത്രം എടുത്തിട്ട് അടുക്കളയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് വെച്ചൂടെ? അത് കഴിയാത്ത ആരപ്പ ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ ഒരു ദിവസം ഉപ്പിയും ഉമ്മയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മോളോട് പറയാണ്, ഇന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വൃത്തിയാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് വിളമ്പല് നിന്റെ പണിയാണ്. പാത്രം കൊടുന്ന് വെക്കുന്നു, ഭക്ഷണം കൊടുന്ന് വെക്കുന്നു, ഇന്ന് വിളമ്പല് നിന്റെ പണിയാണെന്ന് പറഞ്ഞിട്ട് മോളെ ഏൽപ്പിക്കുക, മോനെ ഏൽപ്പിക്കുക. ആർക്കും ചെയ്തൂടെ? അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അത് അവരെ ഒരു പണിയായി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നിശ്ചയം ചെയ്താൽ മതി, നമ്മുടെ വേറെ ആരും ചെയ്യില്ല, ഈ ചടക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ, ആ ടോണിൽ പറഞ്ഞ അവര് ചെയ്യൂല. മറിച്ച് നമ്മളെ പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാണ് എന്നുള്ള രൂപത്തിൽ, ഇന്ന് നീ ഇങ്ങനെ ചെയ്യുക, ഞാൻ ഇവിടെ ഇരിക്കുക, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു കുടുംബജീവിതം, ഒരു പരസ്പര ധാരണയോട് കൂടി അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഹൈർ. അതായത് ഏത് പണികൾ ഏൽപ്പിക്കുമ്പോഴും ചെയ്ത് തീർക്കാനുള്ള സമയം നിശ്ചയിച്ചു കൊടുക്കണം. ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം കേട്ടോ എന്ന് പറയണം. ഏകദേശം ഒരു സമയമെങ്കിലും നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. ചെയ്തു കഴിഞ്ഞാൽ അവരിൽ കാണുന്ന നന്മകളെ അഭിനന്ദിക്കുകയും കഴിയുന്നുണ്ടെങ്കിൽ സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു, എന്താ ഏൽപ്പിച്ചത് അറിയോ? ഈ ക്ലാസ് റെക്കോർഡ് ഉണ്ട്, അത് വീണ്ടും യൂട്യൂബിൽ വന്നു, എന്നിട്ട് അത് കേട്ട് എടുക്കാൻ പറഞ്ഞു. ഇത് പാരന്റിങ് ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ മക്കള് കേൾപ്പിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജുമുഅ ഖുതുബ, ഏതോ ഒരു ഖത്തീബിന്റെ ഒരു ജുമുഅ ഖുതുബ കേട്ടിട്ട് അതിൽ പറയുന്ന പോയിന്റ് 8ാം ക്ലാസ്സിൽ പഠിക്കണം, 9ാം ക്ലാസ്സിൽ പഠിക്കണം, 10ാം ക്ലാസ്സിൽ പഠിക്കണേ, +2 പഠിക്കണേ നമ്മുടെ മോനോട്, നമ്മുടെ മോളോട് ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞാൽ ആർക്കാണ് കഴിയാത്തത് സഹോദരങ്ങളെ? പക്ഷെ അതിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു സംഭവം ഉണ്ട്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണത്. അവരത് ചെയ്ത് തീർത്തിട്ട് അൽഹംദുലില്ലാ നീ ഇത്രയും എഴുതിയെടുത്തോ, ഈ സമയം കൊണ്ട് ഇത്രയും പോയിന്റ് ഒക്കെ നീ എഴുതിയെടുത്തു അല്ലേ, ഞാന് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യസന്ധമായി മതി. വെറുതെ ഉണ്ടാക്കി അവരെ പൊക്കി പറയുന്നു വേണ്ട. അവര് ഉള്ള ആ നന്മകളെ അവരെ ഒന്ന് അഭിനന്ദിച്ചിട്ട് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു മനസ്സംതൃപ്തി ഉണ്ട് അവർക്ക്. ചെയ്ത് തീർത്ത ആ ഒരു ആശ്വാസം, അവർക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി, അത് പറഞ്ഞാൽ മനസ്സിലാവൂല, അനുഭവിച്ചറിയണം കേട്ടോ. അപ്പൊ അവർ ചെയ്യുന്ന ആ നന്മകളിൽ അവരെ അഭിനന്ദിക്കുകയും കഴിയുമെങ്കിൽ സമ്മാനങ്ങൾ നൽകുകയും കാണുന്ന കുറവുകൾ സ്നേഹത്തോടെ അവരെ തിരുത്തി കൊടുക്കുകയും കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ആ ഉത്തരവാദിത്തങ്ങളിൽ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യുക. ഉദാഹരണമായിട്ട് പാത്രം കഴുകൽ അങ്ങോട്ടും, ഡ്രസ്സ് മടക്കി വെക്കൽ ഇങ്ങോട്ടൊക്കെ തിരിക്കുക. ചെറിയ മോളവരോട് ഡ്രസ്സ് അലക്കിയിട്ട് ഉണക്കിയിട്ട് ഒരു ഭാഗത്ത് കൊടുന്നിട്ടടുത്തുനിന്ന് അവിടുന്ന് ഒന്ന് ഷർട്ടൊക്കെ ഒരു ഭാഗത്ത്, ബനിയന് വേറൊരു ഭാഗത്ത്, ചുരിദാറിന്റെ ജുബ്ബ ഇവിടെ, കണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇങ്ങനെ വേറെ ഒന്ന് മാറ്റി വെക്കാൻ ആർക്കും കഴിയൂലേ? അത് കൃത്യമായി മടക്കി അതിന്റെ വെക്കേണ്ട രൂപത്തിൽ വെക്കാൻ ചെറിയ കുട്ടികൾക്ക് കഴിയൂല, അത് വലിയ ആളെ ഏൽപ്പിക്കാം. ഇങ്ങനെയുള്ള വർക്കുകൾ നിർബന്ധമായും നമ്മൾ അവരെ ഏൽപ്പിക്കണം, അവരെ ശീലിപ്പിക്കണം. അതല്ലാതെ എല്ലാം പിന്നെ അൽഹംദുലില്ലാ മക്കളും ആഴ്ചക്ക് ക്ലീൻ ചെയ്യാറുണ്ട്, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് എന്നൊക്കെ ഒരു രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്.
അൽഹംദുലില്ലാഹ് മാതൃകയാണ്. എല്ലാവർക്കും ഇതൊക്കെ പിന്നെ സ്വീകരിക്കാവുന്നതാണ്, മാതൃകയാക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ദീർഘമായൊരു സമയം ഉദ്ദേശിക്കണില്ല. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറോളം ആകാനായി. ഞാൻ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ പറഞ്ഞു പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അസർ മഗ്‌രിബിനിടയിൽ കുറച്ച് സമയമെങ്കിലും അവരെ കളിക്കാൻ അനുവദിക്കുന്നത് നല്ലതാണ്. അത് പെൺകുട്ടികളാണെങ്കിലും അത് സേഫായ ഒരു മുറ്റവും അല്ലെങ്കിൽ ഈ ഉള്ളിലെങ്കിലും അവർക്ക് എവിടെയാണോ അതിന് പറ്റുക ആ ഒരു സ്ഥലത്ത് അവര് ചെറുതായിട്ടൊന്ന് കളിക്കണം. കളിക്കുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുക മാത്രമല്ല, അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും, അത് ബുദ്ധിയെ വികസിപ്പിക്കും. അതിന് പറ്റുന്ന കളികളാണെങ്കിൽ മൊബൈലിലുള്ള ഗെയിം കളിയല്ല പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടുള്ള ഒരു ഷട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ അസർ മഗ്‌രിബിന്റെ ഇടയിൽ കളിക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ശരീരം കൊണ്ട് ഇളകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കളി, അതിലേക്ക് പോലും ആൺമക്കളെ പോലും വിടാത്ത എത്ര രക്ഷിതാക്കളുണ്ട്. ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്താ പേടിയാലോ, കളിക്കാൻ പോകുന്ന സ്ഥലത്തെ കൂട്ടുകാർ മോശമല്ലേ, അത് നമ്മള് മോശമല്ലാത്തൊരു കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിനവരെ പ്രേരിപ്പിക്കുക, എന്നിട്ട് അങ്ങനത്തെ ഒരു കൂട്ടുകാർക്ക് പറ്റുന്ന ഒരു സ്ഥലം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മളെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ പോലും, അല്ലെങ്കിൽ +1-നും +2-നും ഒക്കെ പഠിക്കുന്ന ആൺമക്കളെ പോലും അസർ മഗ്‌രിബിന്റെ ഇടയിൽ ഒന്ന് കളിക്കാൻ പോലും അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയാ ഒരു ക്രൂരതയാണ് എന്നാണ്. അത് നമ്മൾ മക്കളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് എന്ന് പറയാം. എല്ലാ ദിവസവും അവർക്ക് കളിക്കാൻ പോയില്ലെങ്കിലും ചില ദിവസം അവർക്ക് കൂടുതൽ പഠിക്കാനോ വായിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് അവരതിന് നിർബന്ധിച്ചിട്ട് ബാക്കിയുള്ള ദിവസം അവർ കളിക്കട്ടെ. അല്ലെങ്കിൽ സ്കൂൾ ഇല്ലാത്ത ദിവസം കുറച്ചധിക സമയം അവർ കളിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. നിസ്കാര സമയത്തെയോ ഇബാദത്തിനെയോ മറ്റു നന്മകളെയോ ഒന്നും ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ദിവസവും, ഇത് മറ്റൊരു പോയിന്റാണ് പറയുന്നത്, എല്ലാ ദിവസവും ഒരു 40 മിനിറ്റ് സമയം മക്കളോട് സംസാരിക്കാൻ കിട്ടിയാൽ ഭയങ്കര സംഭവം. 40 മിനിറ്റ് കഴിയാത്തൊരു 20 മിനിറ്റ് പിടിച്ചോളി. നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭർത്താവും ഭാര്യയും മക്കളൊക്കെ ഇരുന്നിട്ട് 20 മിനിറ്റ് ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുക. എന്തും സംസാരിക്കുക, മാറ്ററൊന്നും പ്രശ്നമല്ല, വിഷയമൊന്നും കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും എന്തും ചോദിക്കാം. അത് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് അതിന് സാധിക്കാത്ത ആളുകൾ ആഴ്ചയിൽ ഒരു 1.5 മണിക്കൂറൊക്കെ സമയം അവരോടൊപ്പം ആകാൻ വേണ്ടി ബോധപൂർവം ഒന്ന് ഔട്ടിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, ഒപ്പം ഇരിക്കുക, ഒരു ജ്യൂസ് കുടിക്കുക, ഇതൊക്കെ നമ്മളെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ച് ചെയ്യുന്നത് നന്നാവും. പിന്നെ അവർ നമ്മളോട് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയൽ മാത്രമല്ല പാരന്റിങ്. ആ ചോദ്യത്തിന് ചില മറു ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാതിരുന്നത്, ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഉത്തരം കുട്ടികൾ കണ്ടെത്തട്ടെ. കുട്ടി ചോദിക്കുക, നമ്മൾ ഉത്തരം പറയാ, കുട്ടി അത് എഴുതി വെക്കുക. കുട്ടി അടുത്ത ചോദ്യം പുസ്തകത്തിൽ നിന്ന് വായിക്കുക, നമ്മൾ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക, കുട്ടി അത് നോക്കി എഴുതുക. അങ്ങനെയല്ല. ആ ചോദ്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, എന്നിട്ട് എന്താണ് ഇങ്ങോട്ട് പറയിപ്പിക്കണം. അപ്പൊ അത് ഏത് പാരഗ്രാഫിലായിരിക്കും, ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ആക്കണം. നമുക്കറിയാം ഈ ഉത്തരം ഇതാണ് എങ്കിൽ നമ്മൾ ചെയ്യുക, ഉത്തരം എവിടെയും തൊട്ട് കാണിച്ചു കൊടുക്കാതെ ഈ പാരഗ്രാഫ് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഉത്തരം എന്താന്ന് നീ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞോണ്ടാ, മോള് ഇങ്ങോട്ട് പറയും, ഇതിൽ ഈ പാരഗ്രാഫിൽ ഉണ്ട് അതിന്റെ ഉത്തരം. അവള് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് കിട്ടണില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്ക്. എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇതിനർത്ഥമല്ല. പക്ഷെ ചിലതെങ്കിലും കുട്ടികൾ സ്വയം കണ്ടെത്തണം. അത് കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന ഭയങ്കരമായ ഒരു എനർജിയാണ്. അവര് സ്വയം കണ്ടെത്തി വളരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അതിലൂടെ എത്തും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അവരുടെ കഴിവുകൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യാണ്. ഈ കഴിവുകൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തണം എന്ന് പറയുമ്പോൾ 3 രൂപത്തിലാണ് മനഃശാസ്ത്രപരമായി പറയുന്നത്. കുട്ടികളുടെ മെമ്മറി 3 രൂപത്തിലായിരിക്കും. ചില ആളുകൾക്ക് വിഷ്വൽ മെമ്മറി ആയിരിക്കും. നിങ്ങളെ മക്കളെ ഞാൻ ഈ പറയുന്ന 3 ഘടകങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കണം. വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ടത് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ കേട്ടത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കണ്ടത് അതേപോലെ ഇങ്ങനെ പറയും. എന്നിട്ട് എന്തേ പറഞ്ഞപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ മോള് 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി കല്യാണത്തിന് പോയി വന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ്, പിന്നെ പുതിയണ്ണിനെ കണ്ടോ? ആ കണ്ടു. സംസാരിച്ചു. എന്ത് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്? അപ്പോൾ പറയാൻ തുടങ്ങും, വാചാലാവും.
പിന്നെ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അതിന് മേലെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ കൈയൊക്കെ കാണാത്ത രൂപത്തിലാണ്, പിന്നെ ഫുൾ കൈ ഡ്രസ്സാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിൽ അങ്ങനെ കുട്ടി ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. എന്നിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? എന്നോട് പറഞ്ഞു. എന്തേ പറഞ്ഞു? എന്തൊക്കെയോ പറഞ്ഞു. എന്താ അല്ല എന്നാലും ഇന്നെ ചോദിച്ചോ? ചോദിച്ചു തോന്നുന്നു. പറഞ്ഞതും സംസാരിച്ചതൊന്നും കുട്ടിക്ക് ഓർമ്മല്ല, പക്ഷെ കണ്ടത് ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടെയാണ് ഓഡിറ്റോറിയം? ഓഡിറ്റോറിയം എങ്ങനെയാണ്? ഏത് വളവിലാണ്? എത്ര വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്? ഈ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. അവിടുന്ന് ആരോ എന്തോ ചോദിച്ചത് കുട്ടിക്ക് ഓർമ്മല്ല. ഈ കുട്ടി വിഷ്വൽ മെമ്മറിയാണ്. അവളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഓരോന്നും കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ബോർഡില് ടീച്ചർ എഴുതി വരച്ച് കാണിച്ചു കൊടുത്തത് ഇനി ഒന്ന് വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ പോലും കുട്ടിക്ക് പരീക്ഷയ്ക്ക് കിട്ടും, ആ കുട്ടിക്ക്. പക്ഷെ ടീച്ചർ കുറെ കാര്യങ്ങൾ, പോയിന്റുകൾ പറഞ്ഞു കൊടുത്തിരുന്നു, അതൊന്നും പരീക്ഷയ്ക്ക് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം വിഷ്വൽ മെമ്മറിയാണ്, ഓഡിറ്ററി മെമ്മറി കുറവാണ്. എന്നാ നമ്മൾക്ക് തന്നെ, നമ്മളെ മക്കളിൽ തന്നെ 2-3 മക്കളുള്ള രക്ഷിതാക്കൾക്ക് ചില മക്കള് വിഷ്വൽ മെമ്മറി ആയിരിക്കും, ചില കുട്ടികൾ ഓഡിറ്ററി മെമ്മറി ആയിരിക്കും. കേട്ടതൊക്കെ ഓർമ്മയുണ്ട്, കണ്ടത് ഓർമ്മല്ല. ഇത് കട്ടായതാണോ? ആയിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് നിർത്താനായി എന്നുള്ള സൂചനകൾ സൂം തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിച്ചോളാം. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്തെങ്കിലും ഈ വിഷയത്തിൽ ചോദിക്കാൻ, സംശയ നിവാരണത്തിനൊക്കെ അവസരം തരണമെന്നായിരുന്നു. പക്ഷെ അതിന് സമയമില്ലല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ്. എന്നാ ഈ ഒരു പോയിന്റ് കൂടി നമുക്ക് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇനിയും ഇതിന്റെ തുടർച്ചയൊക്കെ ഉണ്ടാക്കാലോ. അപ്പൊ നമ്മൾ പറഞ്ഞത്, ചില കുട്ടികൾ ഇപ്പൊ ഇനിയിപ്പോ എന്റെ കൂടെ നിന്ന് സംസാരിച്ച് എന്റെ കൂടെ പോകുന്ന വ്യക്തിയെ കുറിച്ച് ചിലപ്പോ അവൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാകും. എന്ത് ഡ്രസ്സ്, പാന്റാണോ തുണിയാണോ എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാല് എനിക്ക് കിട്ടൂല. എങ്കിൽ ഞാന് വിഷ്വൽ മെമ്മറി തീരെ ഇല്ലാത്ത ആളും ഓഡിറ്ററി മെമ്മറി കൂടുതലുള്ള ആളുമാണ്. മൂന്നാമത്തേത് കിനസ്തെറ്റിക് മെമ്മറിയാണ്. എന്താണ് കിനസ്തെറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ? അവർക്ക് അനുഭവിച്ചതായിരിക്കും ഓർമ്മ ഉണ്ടാവുക. അവന്റെ കൈ പിടിച്ചിട്ട് നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സ് തട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ ചീത്ത പറഞ്ഞ ആൾ ഏത് ഡ്രസ്സാ ഇട്ടത് എന്ന് അവനറിയില്ല. എന്താ പറഞ്ഞത് എന്ന് മനസ്സിലേക്ക് തട്ടിയത് ചീത്ത പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ടച്ചിങ്സിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇത് അറിഞ്ഞിരിക്കാൻ പരിശോധിക്കാൻ പറ്റിയ ചില മാർഗങ്ങൾ മനഃശാസ്ത്ര രംഗത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളെ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരുത്തുക, എന്നിട്ട് 4-5 ആളുകൾ വന്നിട്ട് കൈ കൊട്ടിയിട്ട് പേര് പറയാം. അടുത്ത ആള് കൈ കൊട്ടി പേര് പറയാം, അടുത്ത ആള് കൈ കൊട്ടി പേര് പറയാം. ഇങ്ങനെ 1-2 തവണ അതേ വ്യക്തി വന്നിട്ട് കൈ കൊട്ടിയിട്ട് പേര് പറയുന്നു, ഈ ആള് കണ്ണടച്ചിരിക്കുകയാണ്. പിന്നെ പേര് പറയാതെ ക്രമം തെറ്റിയിട്ട് വേറെ വേറെ നേരത്തെ ഉള്ള കൈകൊട്ടിയ ക്രമത്തിൽ അല്ലാതെ ഓരോരുത്തർ വന്നിട്ട് കൈകൊട്ടി ഇങ്ങനെ പോകും. എന്നിട്ട് ഈ കണ്ണടച്ച ആള് കണ്ണു തുറന്നിട്ട് പറയും, ആദ്യം കുട്ടിയത് ഇന്ന ആളാണ്, രണ്ടാമത് ഇന്ന ആളാണ്, മൂന്നാമത് ഇന്നതാളാണ്, നാലാമത്. കൈ കൊട്ടലിൽ നിന്ന് പോലും ആളെ അവർക്ക് തിരിച്ചറിയും. കാരണം ഓഡിറ്ററി മെമ്മറി ഉള്ള ആളാണ്. അത് കറക്റ്റ് ആവും. 5 ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നൊക്കെ തെറ്റും, ചിലപ്പോൾ 10 ആളുണ്ടെങ്കിൽ 1-2 ഒക്കെ തെറ്റും. വീണ്ടും ഒന്നുകൂടി ചെയ്താൽ അവർക്ക് ശരിയാവും. കാരണം ഇയാൾക്ക് നല്ല കേട്ടത് അത് ആരാന്ന് തിരിച്ചറിയാനുള്ള നല്ല മെമ്മറി പവർ ഉള്ള ആളാണ് എന്നതിൽ. പക്ഷെ അങ്ങനെ എല്ലാം തെറ്റാണ് എങ്കിൽ ആൾക്ക് അതിനുള്ള കഴിവ് കുറവാണെന്നാണ് അർത്ഥം. പിന്നെ വിഷ്വൽ മെമ്മറി ആണ് നോക്കാൻ, നമ്മള് ഒരു 10 വസ്തുക്കൾ എടുക്കും, എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതിപ്പോ ഞാൻ ബോധപൂർവ്വം ഇവിടെ ഇത് കാണിച്ചു തരണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കാണിക്കണ്ടേന്ന് അറിയണില്ല. അത് ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ കാണിക്കാനുണ്ടായിരുന്നു അല്ലേ? മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ പറയോ എന്തൊക്കെ കാണിച്ചേന്ന്? ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയാൻ കഴിയോ? വിഷ്വൽ മെമ്മറി ഉള്ള ആളാണ് പറയേണ്ടത്. അവര് ഇപ്പൊ ഞാൻ ഈ കാണിച്ച 8-10 വസ്തുക്കള്
കൃത്യമായിട്ട് ഇങ്ങനെ പറയും. ആദ്യം പേഴ്സാണ്, പിന്നെ കീ ആണ്, പിന്നെ മൗസാണ്, പിന്നെ പൈസയാണ്, പിന്നെ ഇതിന്റെ പേര് എനിക്കറിയില്ല, ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, എനിക്ക് ശരിക്കും ഓർമ്മയൊന്നുമില്ല കേട്ടോ, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്. വിഷ്വൽ മെമ്മറി ഉള്ള ആൾ എന്ത് ചെയ്യും, അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പറയും. പക്ഷെ അതിൽ ഓഡിറ്ററി മെമ്മറി ഉള്ളത് വിഷ്വൽ മെമ്മറി ഇല്ലാത്ത ആളാണെങ്കിൽ ആദ്യം മൗസ് അല്ലേ കാണിച്ച്, തെറ്റും, അധികം തെറ്റും, ഇത് കിട്ടൂല. എന്നാൽ ഇത് കുറെ സമയം ചെയ്താലോ വിഷ്വൽ മെമ്മറി കൂടി വരും. കുറെ സമയം അങ്ങനെ കേൾപ്പിച്ചാലോ, പ്രസംഗം കേൾപ്പിച്ചു എന്നിട്ട് ആരതാന്ന് പറയാ, പാട്ട് കേൾപ്പിച്ചു അത് ആര് പാടിയതാന്ന് പറയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഓഡിറ്ററി മെമ്മറി വർദ്ധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ നമ്മള് ഡെയിലി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു ഷെഡ്യൂൾ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് കുട്ടികളുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും മറ്റൊക്കെ ഉള്ള ചില കാര്യങ്ങൾ മാത്രമേ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ നമ്മളെ സ്കൂളിൽ പഠിക്കാവുന്നതും പഠിപ്പിക്കാവുന്നതും മനഃപ്പാടമാക്കാനുള്ളതും ഒക്കെ മനഃപ്പാടാക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും സുബഹി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പൊക്കെയാണ് നല്ലത്. കുട്ടികൾക്ക് പദ്യം കാണാതെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഹിഫ്ള് മദ്രസയില് പ്രാർത്ഥനകൾ പഠിക്കാനുണ്ട്, ആയത്തുകൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ ഏറ്റവും നല്ലത് ഒരു സുബഹി കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ആ സമയത്തൊക്കെയാണ് നല്ലത്. ബാക്കി സമയത്ത് ഇപ്പോ അസർ മഗ്രിബിന്റെ ഇടയിൽ കളിക്കാനൊന്നും പോകാത്തവരാണെങ്കിൽ എഴുതാനും മറ്റൊക്കെ ഉപയോഗിക്കുക. മഗ്രിബിന് ശേഷം ഒരല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുക. എന്നിട്ട് പിന്നെ വായിക്കാനുള്ളതൊക്കെ വായിച്ചു നോക്കുക. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് അങ്ങോട്ട് വായിക്കാൻ ഏൽപ്പിക്കുന്നതിന് പകരം അവർ വായിക്കുന്നത് ഒരു ഉറക്കെ വായിക്കുന്നത് മെമ്മറിയിൽ നിൽക്കാൻ കാരണമാവും. അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് തന്നെ വായിക്കുന്നുണ്ടെങ്കിൽ 70% മനസ്സിലേക്ക് കയറും. അത് പിന്നെ അന്ന് വായിക്കാതെ, ഇന്ന് ടൈം ടേബിൾ 5 വിഷയം ഉണ്ടായിരുന്നു സ്കൂളിൽ, ആ 5 വിഷയത്തിലെ 5ഉം ഇന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ടെങ്കിലും വേഗത്തിൽ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് മനസ്സിൽ നിൽക്കും. അത് അടുത്ത ആഴ്ചയിൽ പിന്നെ തിങ്കളാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച പിന്നെ ആ വിഷയമുള്ളൂ, അതുകൊണ്ട് ബുധനാഴ്ച രാത്രി പിന്നെ വായിക്കുന്നുള്ളൂ എങ്കിൽ അത് അത്ര തന്നെ മെമ്മറിയിൽ കയറൂല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നടക്കും. പിന്നെ നമ്മൾ സാധാരണ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന പോലെ 7:10 മുതൽ 8 മണി വരെ, 8 മണി മുതൽ 9 മണി വരെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് അത് അവരോടൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും എഡിറ്റിങ്സ് വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറ്റം വരുത്തിയിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ടൈം വെച്ച് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടും. ചെറിയ ചെറിയ ഉണ്ടാക്കിയത് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ അനുഭവിക്കും. അതൊന്നും പ്രശ്നമാക്കണ്ട. ആ നിലക്ക് മുന്നോട്ട് പോകുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബീന. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അപ്പം ത്വൽഹത്ത് സലാഹിയുടെ ക്ലാസ് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇനി? ഇല്ലെങ്കിൽ നമുക്ക് നന്ദി പറയാം. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മള് എല്ലാ മാസവും നടന്നു വരുന്ന പാരന്റിങ് ക്ലാസിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ മക്കളെ എങ്ങനെ പാരന്റിങ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ മാസവും ഇത്തരത്തിലുള്ള പാരന്റിങ് ക്ലാസ്സിലൂടെ ഡീൽ ചെയ്ത് പോരുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ടോപ്പിക് തന്നെയായിരുന്നു മക്കളുടെ ഒരു ദിവസം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്നുള്ളത്. ഈ ഒരു ടോപ്പിക്കില് ഏറ്റവും ഭംഗിയായി ത്വൽഹത്ത് സലാഹി നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്
പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.